ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാർ, നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൽ മാസം തോറും നടക്കുന്ന സ്വലാത്ത് മജ്ലിസിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുദീർഘമായി പ്രഭാഷണം കേട്ട ഈ സമയത്ത് നാം എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്നത് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകളുടെ ഉപദേശവും അവിടുത്തെ സ്വലാത്ത് മജ്ലിസിൻ്റെ നേതൃത്വവും അവിടുത്തെ ദുആയുമാണ്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ മഹത്തായ മജ്ലിസിൽ എത്തിച്ചേർന്നവർ, വിശിഷ്യ നമ്മുടെ കേരളത്തിൻ്റെ അങ്ങേയറ്റമായ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരെ ഈ മഹത്തായ മജ്ലിസിൽ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയതും നമ്മുടെ മഹത്തായ പരിപാടി ഒരു 10:30 മണി 11 മണിക്കുള്ളിൽ നമുക്ക് തീർത്ത്, ഒരുപാട് ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടവരുണ്ട്. അവർക്കൊരു തടസ്സവുമില്ലാതെ നിലക്ക് നമുക്ക് സ്വലാത്ത് മജ്ലിസ് സമാപിക്കണമെന്ന് നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന മോമിനീങ്ങൾ, രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേരുന്നവർ, അവർക്കെല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത്, അഭിമന്യരായ കൂറ്റമ്പാറ ഉസ്താദ് അവറുകൾ ഇവിടുത്തെ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ, നേരത്തെ ബഹുമാന്യനായ അംസ് മിസ്ബാഹി ഉസ്താദ് അവറുകൾ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ, ജീവിതത്തിലെ നീറുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമായി ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് ജീവിതത്തിൽ അനുഭവമാവുകയും ആ അനുഭവത്തിന്റെ സന്തോഷം പങ്കുവെക്കാനും, ഇനി ജീവിതത്തിൽ ഒരുപാട് പ്രയാസമുള്ളവർ ആ പ്രയാസം തീർന്നു കിട്ടാനും ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരുണ്ട്. ഇൻഷാ അല്ലാഹ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ നമുക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഒരുപാട് വർഷങ്ങളായി കുട്ടികളില്ലാതെ, നേരത്തെ ഒരു ചെറുപ്പക്കാരൻ, ഉള്ളാളത്തുള്ള ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, കോട്ടപ്പുറത്തെ ഉള്ളാളം കോട്ടപ്പുറ എന്ന നാട്ടിലെ ചെറുപ്പക്കാരൻ മുഹമ്മദ് അനീഫ് എന്നാണ്, അദ്ദേഹം മക്കളില്ലാതെ ഒരുപാട് വർഷങ്ങളായിട്ട് മക്കളില്ലാതെ വിഷമിച്ച് ഞാൻ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകളെ സമീപിച്ചിട്ട് ഞാൻ അവിടുന്ന് വെള്ളം മന്ത്രിച്ച് കുടിച്ചു. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് കുഞ്ഞിന് 3 മാസമായിട്ടുണ്ട്. സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകളോട് സന്തോഷം പറയണം, മാത്രമല്ല ഈ മഹത്തായ വേദിയിൽ ആ പരിപാടി പറയണമെന്ന്, ആ വിഷയം പറയണമെന്നുകൂടി ആ ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ 100 നിരവധി അനവധി പ്രയാസങ്ങൾ, വർഷങ്ങളോളം കുടുംബങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട് കുടുംബം ഒരു നിലക്കും ആ ബന്ധം ഒന്ന് ചേരുകയില്ല എന്ന് ആ കഷ്ടപ്പാടിലേക്ക് എത്തിയ കുടുംബം സയ്യിദുനാ തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ട് അൽഹംദുലില്ലാഹ് ഇന്ന് ആ കുടുംബം സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ അല്ലാഹുവിന്റെ റസൂലിനെ സാക്ഷി നിർത്തിയിട്ട് ആ കുടുംബത്തിനോട് ഒന്നാകണമെന്ന് പറയുമ്പോൾ ആ കുടുംബം ഇന്ന് ഒന്നായിട്ട് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടുകൂടെ ഈ മഹത്തായ മജ്ലിസിൽ ആ കുടുംബത്തിൽ ബന്ധപ്പെട്ടവരുണ്ടാകും. ഇങ്ങനെ 100 കണക്കിന് നിരവധി അനവധി പ്രയാസങ്ങൾ തീർന്നതിന്റെ സന്തോഷത്തോടുകൂടി ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവർ, മാറാവ്യാധികൾ പിടിപെട്ടുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയിട്ട് അൽഹംദുലില്ലാഹ് ബയാറു സ്വലാത്തിൽ വന്നപ്പോൾ സയ്യിദുനാ തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ട് ആ മാരകമായ അസുഖങ്ങൾ മാറിക്കിട്ടിയവർ അൽഹംദുലില്ലാഹ് ഈ മജ്ലിസിലുണ്ട്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രയാസങ്ങൾ, ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾ തീർന്നു കിട്ടിയവർ, അതിലുപരി മഹത്തായ സ്വലാത്ത് മജ്ലിസ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകളുടെ നേതൃത്വം ഈ ഒരുമിച്ച് കൂടിയതിൽ ഒരു 75% ഒരുപക്ഷെ ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരിൽ നല്ല ഒരു ശതമാനം ഒരുപക്ഷെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ നിന്ന് മാറി നിന്നിട്ട് അവര് തോന്നിവാസത്തിന്റെ പിന്നാലെ പോയിട്ട് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അടിമകളായവർ ഈ മഹത്തായ മജ്ലിസിൽ വരികയും സയ്യിദുനാ തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ നിർദ്ദേശപ്രകാരം അത്തരത്തിലുള്ള എല്ലാ ദുഷിച്ച സംസ്കാരത്തിനെയും വലിച്ചെറിഞ്ഞിട്ട് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെയും പരിശുദ്ധമായ ഇസ്ലാമിന്റെയും സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുകയും ഒരു വഖത്ത് നിസ്കാരം പോലും ഖളാക്കുകയില്ലെന്ന് ജീവിതത്തിൽ പ്രതിജ്ഞയെടുക്കുകയും ചെയ്ത 100 കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിന്റെ സാക്ഷ്യങ്ങളാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ സയ്യിദുനാ ഉസ്താദ് അവറുകളുടെ നേതൃത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ദീർഘകാലം അവിടുത്തെ തണലിലായി
സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ മുജമ്മഉ സഖാഫത്തു സുന്നിയ എന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഉയർച്ചയിൽ അതോടൊപ്പം ഈ സ്ഥാപനം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് മൈതമായ ഒരു സംസ്കാരമാണ്. ഇംഗ്ലീഷ് മീഡിയം എന്ന ആ പ്രസ്ഥാനം തന്നെ ഒരുപക്ഷെ ഇന്ന് കമ്പോളവൽക്കരിക്കപ്പെട്ടുകൊണ്ട് പണക്കാർക്ക് മാത്രം ഇംഗ്ലീഷ് മീഡിയം എന്നൊരു പദ്ധതിയിലേക്ക് മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും രൂപകൾ കെട്ടിവെച്ചിട്ട് മക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ ആദ്യത്തെ നിർദ്ദേശം തന്നെ ഇവിടത്തെ പാവപ്പെട്ട മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ പഠിപ്പിച്ചിട്ട് അവരെ ഉന്നതരാക്കാൻ. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒരു കമ്പോളവൽക്കരിക്കപ്പെടാതെ, ഒരു കച്ചവടവൽക്കരിക്കപ്പെടാതെ ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ പുരോഗതിക്കുള്ള, ഈ സമൂഹത്തിലെ താഴെക്കടയിൽ സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിന് ഏറ്റവും വലിയൊരു ഫലവത്തായ കേന്ദ്രമാകണം നമ്മുടെ മുജമ്മഉ പബ്ലിക് സ്കൂൾ എന്ന് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർ നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശത്തിന്റെയും നേതൃത്വത്തിന്റെയും അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് ഉന്നതമായ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി നമുക്ക് അത് പരിവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന കൊല്ലത്തിലേക്ക് തുച്ഛമായ കുട്ടികളെയാണ് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് നാം അഡ്മിറ്റ് ചെയ്യുന്നത്. അതിന് അവസരം കിട്ടുന്നവർ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഇൻഷാ അല്ലാഹ് സ്ഥാപനത്തിന്റെ മറ്റിതര സംരംഭങ്ങൾ, 5ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് നമുക്ക് പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ള് ആക്കുന്നതിനുള്ള സംവിധാനം ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വർഷം 5ാം ക്ലാസ് പാസ്സായ വളരെ തുച്ഛമായ കുട്ടികൾക്ക് മാത്രമേ അതിൽ പ്രവേശനം നൽകുന്നുള്ളൂ. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഇംഗ്ലീഷ് മീഡിയത്തിന് നമുക്ക് റെസിഡൻഷ്യൽ സംവിധാനത്തോടുകൂടെ, ബോർഡിംഗ് സംവിധാനത്തോടുകൂടെ പണക്കാരായ മക്കൾക്കും വിദൂര നാടുകളിൽ നിന്നും വന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ താമസിച്ചു പഠിക്കുവാനുള്ള സംവിധാനവും ഇൻഷാ അല്ലാഹ് സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജൂനിയർ ദഅവ കോളേജ് 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് മാത്രമാണ് അതിൽ പ്രവേശനം നൽകുന്നത്. അതോടൊപ്പം ദഅവ കോളേജ് ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിലെല്ലാം നമ്മുടെ ശരീഅത്ത് ഈ വിഷയത്തിലെല്ലാം നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ അർഹതപ്പെട്ട മക്കളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ മക്കളെ ഏറ്റെടുക്കാൻ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർ എപ്പോഴും തയ്യാറാണ്. നിങ്ങളതിന് അവസരമുള്ളവർ അത് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് സംസാരം ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 2016-17 വർഷത്തേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആദ്യത്തെ അപേക്ഷ ഫോം സ്വീകരിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഈ മഹത്തായ പരിപാടി. അതോടൊപ്പം അൽ മിസ്ബാഹ് കന്നഡ ബുള്ളറ്റിൻ ഈ മഹത്തായ പരിപാടിയിൽ പ്രകാശനം ചെയ്യുന്നു. അതുപോലെ തന്നെ ജൂനിയർ ദഅവ കോളേജ് വിദ്യാർത്ഥികൾ പുറത്തിറക്കുന്ന അന്നസിഹ ബുള്ളറ്റിൻ ഈ മഹത്തായ പരിപാടിയിൽ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. അതോടൊപ്പം ഒരുപാട് ആളുകൾ മരിച്ചവരുണ്ട്, ഒരുപാട് ആളുകൾ രോഗികളുണ്ട്. മഹത്തായ പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ നമ്മുടെ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ വലിയ സ്നേഹം, അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ വലിയ സഹകാരിയുമായിരുന്ന ബായാർ പദവിലെ മൊയ്തു മുസ്ലിയാർ ഇന്നലെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. അതുപോലെ തന്നെ SSF മഞ്ചേശ്വരം സെക്ടറിലെ മടവിൽ കൺവീനറായിരുന്ന ഷഹദാൻ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയിട്ടുണ്ട്. സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർ ദുആ ചെയ്യും. അങ്ങനെ പ്രസ്ഥാനത്തിൽ നിന്നും ഈ സമൂഹത്തിൽ നിന്നും സ്ഥാപനവുമായി ഒരുപാട് ബന്ധപ്പെട്ട ആളുകൾ, സലാത്തിന് പതിവായി വന്നുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ മരിച്ച വിഷയം പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യും. ഈ മഹത്തായ വേദിയിൽ നമുക്ക് നേതൃത്വം നൽകുന്ന സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അവിടുത്തെ തണലിലായി ദീർഘകാലം പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തി തന്ന ബഹുമാന്യരായ കൂറ്റമ്പാറ ഉസ്താദ് അവർ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളക്കരയിൽ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസംഗവേദികളിൽ തിളങ്ങി നിൽക്കുകയും ഈ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ആ രൂപത്തിൽ തന്നെ മറുപടി നൽകിയിട്ട്
പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ജൈത്രയാത്രയിൽ വലിയ ശക്തിയായ ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. മുജമ്മഉ സഖാഫത്ത് സുന്നയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ടും അതുപോലെ തന്നെ നേരത്തെ നമുക്ക് സംസാരിച്ച മദീന മുനവ്വറയിൽ നിന്ന് വന്ന ആ അതിഥി അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും മുജമ്മഉ സഖാഫത്ത് സുന്നയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നതോടൊപ്പം സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റുമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. കർണാടക SSF-ന്റെ സംസ്ഥാന സാരഥി ബഹുമാന്യനായ അബ്ദുൾ റഷീദ് സൈനി ഉസ്താദ് അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ സമുന്നതരായ ബഹുമാന്യരായ സി ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ബായാർ ഉസ്താദ് അവർകൾ, ഒരുപാട് സാദാത്തുക്കള്, അഭിവന്യരായ കണച്ചൂർ മോഹ ഹാജിയെ പോലെയുള്ള ഒരുപാട് ഉമറാക്കൾ ഈ മഹത്തായ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും മുജമ്മഉ സഖാഫത്ത് സുന്നയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഒരുമിച്ചുകൂടി എല്ലാവർക്കും മുജമ്മഉ സഖാഫത്ത് സുന്നയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുജമ്മഉ പബ്ലിക് സ്കൂൾ ഇതിന്റെ ബ്രൗഷർ 2016-17 വർഷത്തേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടതിൻ്റെ ബ്രൗഷർ അതിൻ്റെ പ്രകാശന കർമ്മമാണ് നിർവഹിക്കുന്നത്. ബഹുമാന്യനായ കണച്ചൂർ മോണു ഹാജി അവർകൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു ദീനിന് സേവനം എന്ന നിലക്ക് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ദീനിന് ഉപയുക്തമാകുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ ശ്ലാഘനീയമായ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കണച്ചൂർ മോണു ഹാജി അവർകൾ അത് പ്രകാശനം ചെയ്യുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അന്നസിഹ ബുള്ളറ്റിൻ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് അവർകൾ അഭിവന്യനായ അബ്ദുൾ റഷീദ് സൈനി ഉസ്താദ് അവർകൾക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽ മിസ്ബാഹ് കന്നഡ ബുള്ളറ്റിൻ അത് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവർകൾ താജു നെല്ലിക്കട്ടക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. 2016-17 വർഷത്തേക്കുള്ള ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പ്രവേശന ആദ്യത്തെ അതിൻ്റെ ഫോം സ്വീകരിച്ചുകൊണ്ട് കുട്ടിയുടെ രക്ഷിതാവ് മുസ്തഫ മുസ്ലിയാർ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകളിൽ നിന്ന് ഫോം സ്വീകരിച്ചു. അത് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകൾ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ, സ്കൂൾ പ്രിൻസിപ്പൽ ഹബീബ് റഹ്മാൻ സാർ, മാനേജർ ഇബ്രാഹിം മാസ്റ്റർ എന്നിവരെ ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകളെ നേതൃത്വത്തിന് ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم
الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين يا كنز الوراء جد لي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل للخلق كلهم. അർഹമുർറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിൻ്റെ ഫضل കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിലെത്തിപ്പെട്ട സദാത്തുക്കൾ, ഉലമാ, ഉമറാ, സാധാരണക്കാർ, ദുആ കൊണ്ട് കടപ്പെട്ടവർ, എല്ലാ തെറ്റുകുറ്റങ്ങൾ സകല സ്നേഹികൾക്കും ഞങ്ങൾക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റബ്ബേ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും പൊസോട്ട് തങ്ങളും ഉൾപ്പെടെ ഈ അടുത്ത് നമ്മിൽ നിന്ന് കഴിഞ്ഞ ദിവസം ബായാർ പദവിലെ ഒരു ഉസ്താദടക്കം നമ്മുടെ മഞ്ചേശ്വരത്തുള്ള അപകടത്തിൽ മൗത്തായ ചെറുപ്പക്കാരനുൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സദാത്തുക്കൾ, കൂറ്റമ്പാറ ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് ഇവിടെ ആവശ്യവുമില്ല, സമയവുമില്ല. ഏകദേശം 11 മണിയാകുമ്പോഴേക്ക് സ്വലാത്ത് പൂർത്തീകരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞു. നേരത്തെ നമ്മുടെ സ്നേഹിതൻ ഹംസ മിസ്ബാഹിയും ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദും ഇവിടെ ദീർഘമായ സദസ്സിന് ആവശ്യമായ നല്ല നസീഹത്തുകൾ, ഉപദേശങ്ങൾ ഇവിടെ നൽകി. അല്ലാഹു ഖബൂൽ നൽകി അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. രോഗങ്ങളെല്ലാം അവരിൽ കുടുംബത്തിലും അല്ലാഹു സുഖപ്പെടുത്തട്ടെ. അല്ലാഹു ബർക്കത്തിനേറ്റി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞാൽ സമയം വൈകി പോകും. എത്രയോ നമ്മുടെ നേതാക്കൾ, ഉമറാക്കൾ ജീവകാരുണ്യ രംഗത്ത് വലിയ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന
ഇന്നിപ്പോൾ എന്നോടൊരു പണ്ഡിത സുഹൃത്ത് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ വെള്ളമില്ലാതെ വലിയ വിഷമത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഭാഗത്ത് വെള്ളത്തിൻ്റെ സൗകര്യം നൽകി. ഇന്നലെ രാത്രി ബോറിട്ട് അൽഹംദുലില്ലാ നല്ല വെള്ളം കിട്ടി. കണച്ചൂർ മോണോ ഹാജിയുടെ സഹായമായി കിട്ടിയ വെള്ളം വലിയ സന്തോഷകരമാണ് ഞങ്ങളുടെ നാട്ടിലും ആ പരിസരത്തൊക്കെ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ മജ്ലിസിൽ നാടിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രയോ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടാൻ, രോഗങ്ങൾ സുഖപ്പെട്ട് കിട്ടാൻ, കാര്യങ്ങൾ എളുപ്പമായി കിട്ടാനൊക്കെ നിയ്യത്ത് ചെയ്ത് ഇവിടെ വന്ന എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് എപ്പോഴും പറയാറുള്ളത് പോലെ പറയുന്നു, നമുക്ക് ഇത്തരം മജ്ലിസുകൾ, സ്വലാത്തിൻ്റെ സദസ്സുകൾ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നേരത്തെ ഹംസ മിസ്ബാഹി പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾ തങ്ങളുമായി വലിയ ബന്ധം ഉള്ളവരാണെന്നും തങ്ങളുടെ മേലിൽ നിർവഹിക്കുന്ന സ്വലാത്തിൻ്റെ സദസ്സുകൾ, സ്വലാത്തുകൾ അത് സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്നും ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്കൊക്കെ ബോധ്യമാണ്. ഇദൻ യക്ഫീക ഹമ്മു ദുനിയ വഹമ്മുൽ ആഖിറ, ദുനിയാവിൽ ആഖിറത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതി എന്നാണ് സ്വലാത്ത് ചൊല്ലാൻ വർദ്ധിപ്പിക്കാൻ അനുമതി ചോദിച്ച ശിഷ്യരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങൾ മറുപടി നൽകിയത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നപരിഹാരത്തിന് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ട് കിട്ടണം എന്ന നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിപ്പെട്ട സർവ മുസ്ലിം സഹോദര സഹോദരിമാരോട് ഞാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഒരു ജീവിത രീതി നമ്മിൽ ഉണ്ടാകാതെ നമ്മുടെ ജീവിതം സംശുദ്ധമായ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ആക്കാൻ നാം ശ്രമിക്കണം. തങ്ങൾ പറഞ്ഞ് ഇന്ന ഫിൽ ജസദി ലമുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. നിശ്ചയം ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും അഥവാ ജീവിതം മുഴുക്കയും നന്നാവുകയും വൈദ ഫസദത്, അത് മോശമായാൽ, അത് വടക്കായാൽ ശരീരം മുഴുവൻ എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും വളരെ മോശമാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അവയവം എന്ന് തംബീഹോടുകൂടെ, നിങ്ങൾ നോക്ക്, തംബീഹോടുകൂടെ അള്ളാഹു ഖുർആനിൽ ഔലിയാക്കളെ സംബന്ധിച്ച് തംബീഹോടുകൂടെയാ പറഞ്ഞത്. അലാ ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അങ്ങനെ തംബീഹോടുകൂടെ തന്നെയാണ് ഈ ഹദീസും തങ്ങൾ പറയുന്നത്. അലാ വഹിയൽ ഖൽബ്, അറിയണം അത് ഹൃദയമാണ്. ഖൽബ് ശുദ്ധിയാകാതെ അമാല് ഖബൂലാകൂല. നമ്മുടെ ഹൃദയം അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ഖൽബിനെ നാം മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സദസ്സാണ് ഈ സദസ്സ്. എത്രയോ ചെറുപ്പക്കാർ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിസ്കാരം പോലും നിർവഹിക്കാതെ, റമദാൻ മാസം നോമ്പനുഷ്ഠിക്കാതെ, ലഹരിയിലും മറ്റ് തോന്നിവാസങ്ങളിലും മുഴുകിയിരുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ ഈ സ്വലാത്ത് മജ്ലിസ് കാരണം ഹിദായത്തിൻ്റെ വഴിയിൽ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലുസുന്നയുടെ മെമ്പർമാരായി, സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് അവർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങളിൽ മെമ്പർമാരായിട്ട് പ്രവർത്തിക്കാൻ ഈ സദസ്സ് കാരണമായിട്ടുണ്ടെങ്കിൽ എത്രയോ ക്യാൻസർ സുഖപ്പെട്ടതിനേക്കാൾ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭ്യമായതിനേക്കാൾ, കേൾവിയില്ലാത്തവർക്ക് കേൾവി കിട്ടിയതിനേക്കാൾ, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടിയതിനേക്കാൾ, മറ്റ് രോഗങ്ങൾ, മറ്റ് വിഷയങ്ങൾ പൂർത്തിയായി കിട്ടിയതിനേക്കാളൊക്കെ നമുക്ക് ഏറ്റവും സന്തോഷകരം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് തങ്ങളോട് യമനിലേക്ക് പോകാൻ
തങ്ങളെ വിട്ടുപിരിയുന്ന പ്രയാസം മനസ്സിലാക്കിയപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് ആശ്വസിപ്പിച്ച് പറഞ്ഞ വാചകം ഓർത്തുപോവുകയാണ്. ഓ മുആദേ, വിഷമിക്കണ്ട. ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ദുനിയാവിലും നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്രബോധനം കാരണം ആരെങ്കിലും പരിശുദ്ധ ഇസ്ലാം സന്മാർഗം പുൽകിയാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ആ ദഅവത്താണെന്ന് ഖാല റസൂലുള്ളാഹി. ഇൽമില്ലാത്ത, അമലില്ലാത്ത, ഈമാനും തഖ്വയും വറഉം എല്ലാം കുറഞ്ഞ നമുക്ക് അൽഹംദുലില്ലാഹ് സന്തോഷിക്കാനുള്ള ഒരു ചെറിയ വഴിയാണ് ഈ മജ്ലിസിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, സാധാരണക്കാരുൾപ്പെടെ എത്രയോ ആളുകൾ ഹിദായത്തിൻ്റെ വഴിയിൽ പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി ആശയത്തിലേക്ക് കടന്നു വന്നത് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളതാണ്. എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ വളരെ ശക്തമായി എപ്പോഴും പറയാറുള്ളത് പോലെ ഒന്നുകൂടെ പറയുകയാണ്. ഇന്ന് അഫ്ളലുൽ ഇൽമുൽ ഹാൽ എന്ന നിലക്ക് വളരെ മലീമസമായ നമ്മുടെ പരിസരം, ഏതെങ്കിലും ഒരു സിനിമാ നടന്മാർ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, ഇസ്ലാം അംഗീകരിക്കാത്ത വിഷയങ്ങളിലായിട്ട് നടക്കുന്ന ആളുകളൊക്കെ വലിയ റുഅസാക്കളാക്കാൻ, അവരെ നേതാക്കളാക്കാൻ, അവരെ കൂടെ ഒരു ഫോട്ടോ കിട്ടാൻ സെൽഫി എടുക്കുന്ന മുസ്ലിം പ്രായമുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ വർദ്ധിച്ചിരിക്കുന്ന വളരെ നിന്ദ്യമായ, വളരെ മോശപ്പെട്ട, വളരെ വൃത്തികേടുണ്ടാക്കുന്ന വിഷയങ്ങളാണ് ദൈനംദിനം നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഹറാമിനെ വിലവെക്കാത്ത മനുഷ്യന്മാർ, ഹറാമ് നോക്കാനും ഹറാമുമായി ബന്ധപ്പെടാനും ഒരു പ്രയാസവുമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ജീവിതമുണ്ടെങ്കിൽ ഞാൻ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് എൻ്റെ സംസാരം ചുരുക്കുകയാണ്. ജാമിഉൽ ഹദീസിൽ കാണാം, വഅൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഐനിൻ ബാകിയത്തുൻ യൗമൽ ഖിയാമ ഇല്ലാ ഐനൻ വല്ലത് അൻ മഹാരിമില്ലാഹ്. അല്ലാഹുവിൻ്റെ ഹബീബ് പറയാണ്, എല്ലാ കണ്ണുകളും ഖിയാമത്ത് നാളിന്റെ ദിവസം കരഞ്ഞ് 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 കലങ്ങിയിട്ട് എത്രത്തോളം കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്ന അവസ്ഥ വരെ എത്തിയിട്ട് ജനങ്ങൾ വല്ലാണ്ട് പ്രയാസപ്പെടുന്നു, വല്ലാതെ ദുരിതപ്പെടുന്നു. ആ സമയത്ത് 3 കണ്ണുകൾക്ക് മാത്രം കരച്ചിലില്ലെന്ന് തങ്ങൾ പറഞ്ഞ് ഒന്നാമത്തെ രെ പരിചയപ്പെടുത്തി പറഞ്ഞത് വല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഹറാം ദൃഷ്ടിയിൽ പെടുന്ന സമയം അല്ലേ നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്ന ഹറാമിയത്തുകൾ, അതേ നിഷിദ്ധമായ വിഷയങ്ങൾ ഒരു കൂസലുമില്ലാതെ കണ്ടാസ്വദിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരില്ലേ, മുസ്ലിം ചെറുപ്പക്കാരികളില്ലേ. ഇന്ന് വാട്സപ്പിന്റെ ദുരുപയോഗം, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തി ഏത് തോന്നിവാസവും കണ്ടാസ്വദിക്കാൻ അടച്ചിട്ട രഹസ്യ റൂമിൽ സ്വകാര്യമായിട്ട് കണ്ടാസ്വദിക്കാൻ അവസരം കൂടുതലാണെങ്കിൽ അതൊക്കെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്തിയിട്ട് പാതിരാത്രികളിൽ വരെ ഉറക്കൊഴിഞ്ഞ് തമ്മാടിത്തം കണ്ടാസ്വദിക്കാൻ ലജ്ജയില്ലാത്ത, മടിയില്ലാത്ത പൈശാചിക പ്രേരണയിൽ അകപ്പെട്ട് ഇമാം ബുഖാരി അസഹുൽ കുതുബി എന്ന് പറഞ്ഞ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി സ്വഹീൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഒരു ഹെഡിങ്, ഹുജ്ബത്തിന്നാറു ബിശഹവാത്ത് വഹുജ്ബത്തിൽ ജന്നത്തു ബിൽ മകാരിഹി. ശഹവാത്തുകളെ കൊണ്ടാണ് നരകത്തിന് പൊതിയപ്പെട്ടിട്ടുള്ളത്. മനുഷ്യന്റെ മനസ്സും ശരീരവും ആഗ്രഹിക്കുന്ന അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി എന്ന് പരിചയപ്പെടുത്തിയ സ്വഹീൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹെഡിങ് ഇട്ട ശഹവാത്തുകളെ കൊണ്ട് നരകത്തിന് പൊതിയപ്പെട്ടു എന്ന് അറിയിച്ച, ശരീരവും മനസ്സും ആഗ്രഹിക്കുന്ന സിനയുടെ, വ്യഭിചാരത്തിന്റെ പ്രവർത്തനങ്ങളെ ആസ്വദിക്കാൻ, അതുമായിട്ട് ബന്ധപ്പെടാൻ ഇന്നത്തെ തലമുറകൾ
സമയം കണ്ടെത്തിയിട്ട് അതിനുവേണ്ടി ഉറക്കൊഴിച്ച് അതുമായിട്ട് വൃത്തികേടുകളുമായി ജീവിതം ബന്ധപ്പെടുത്തി സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വളരെ നിന്ദ്യമായ ഈ സമയം ഞാൻ എൻ്റെ സകല മുസ്ലിമീങ്ങളോടും പറയുന്നു, അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയം നോക്കരുത്. അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയത്തിലേക്ക് നമ്മുടെ കണ്ണിനെ നാം ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ ഈ കണ്ണുകൊണ്ട് നാളെ അള്ളാഹുവിനെ കാണാൻ പറ്റൂല, ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കാണാൻ പറ്റൂല. എത്രയോ കാഴ്ചയില്ലാത്ത ആളുകളുണ്ട് ഈ സദസ്സിൽ. ഇന്നും വന്ന് പറഞ്ഞവരുണ്ട്, ഇന്നലെയും വന്ന് പറഞ്ഞവരുണ്ട്. ജന്മനാ കാഴ്ചയില്ലാത്തവർ, ജന്മനാ കാഴ്ച കിട്ടിയിട്ട് അപകടം സംഭവിച്ച് കാഴ്ച നഷ്ടപ്പെട്ടവർ, രോഗം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടവർ, ചെറുപ്പക്കാരികൾ ഉൾപ്പെടെ എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട്. നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്ത അനുഗ്രഹങ്ങളിൽ വലുതായിട്ട് എണ്ണാൻ പറ്റിയ നമ്മുടെ ഈ കാഴ്ച അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഹറാം കണ്ട് നിഷിദ്ധമായ വിഷയങ്ങൾ നോക്കി നമ്മുടെ കണ്ണിനെ നാം മലീമസപ്പെടുത്തിയാൽ ഈ കണ്ണ് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് എതിരായിട്ട് സാക്ഷി നിൽക്കുകയും നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ അത് കാരണമാവുകയും ചെയ്യുന്നു എന്ന കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മയിൽ വേണം. അല്ലാഹുവിൻ്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത് ഹറാം ദൃഷ്ടിയിൽ പെടുന്ന സമയം ആ ഹറാം എൻ്റെ റബ്ബ് പൊരുത്തപ്പെടാത്ത വിഷയം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കൂല എന്ന നിലക്ക് കണ്ണ് ചിമ്മി മുഖം തിരിക്കാൻ ഈമാനുള്ള മുസ്ലിമീങ്ങൾ ആരാണ്, മുസ്ലിമാത്തുകൾ ആരാണ്, അവരുടെ കണ്ണുകൾക്ക് ആഖിറത്തിൽ വലിയ പവറാണെന്നും അത്തരം കണ്ണിൻ്റെ അഹ്ലുകാർക്ക് ആഖിറത്തിൽ കരച്ചിലില്ലെന്നും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നാം ആ കണ്ണിൻ്റെ അഹ്ലുകാരാകാൻ ഈ ചെയ്യണം. ഹറാമും നോക്കണ്ട. ഫുട്ബോളിന്റെ പേരിൽ, ക്രിക്കറ്റിന്റെ പേരിൽ, അന്യ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പേരിൽ വാട്സപ്പിന് ദുരുപയോഗം നടത്തിയിട്ട് ചാറ്റിംഗ് ഉൾപ്പെടെ ഹറാമായ നിലക്ക് വ്യഭിചാര വിഷയം ജീവിതത്തിൽ നിലനിർത്തുന്ന എത്ര പേരാണ് നമ്മിലുള്ളത്? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, സീനയുടെ ജീവിതം തോന്നിവാസികളുടെ കൂടെ, വടക്കായ വിഷയങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ കൂടെ ഫോട്ടോ എടുക്കാനും മറ്റ് വിഷയങ്ങളിലുമൊക്കെ മുൻപന്തിയിൽ ഏർപ്പെടുന്നവർ, അൽ മൗതു ഹഖുൻ, മരണമെന്ന യാഥാർത്ഥ്യം നമുക്ക് വരാനുണ്ട് എന്ന് എപ്പോഴും ഓർമ്മിക്കുക. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധിയെത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹു പിന്തിപ്പിക്കൂല. എവിടെ വെച്ച്, ആരുടെ മുമ്പിൽ, എപ്പോൾ? അല്ലാഹുവിന്റെ നിശ്ചയം ആ ടൈം എത്തിക്കഴിഞ്ഞാൽ ഒന്നും നോട്ടല്ല, ശ്വാസമടങ്ങി ഖബറിലേക്കുള്ള യാത്രയാണ്. ആ യാത്രക്കൊരുങ്ങിയ മഹാന്മാരൊക്കെ തഖ്വയോടെ ജീവിച്ചവരാണ്. അവരെ അല്ലാഹ് പൊരുത്തപ്പെടാത്തത് നോക്കിയില്ല, അല്ലാഹ് പൊരുത്തപ്പെടാത്തത് സംസാരിച്ചില്ല, അല്ലാഹ് പൊരുത്തപ്പെടാത്തത് പിടിച്ചില്ല, അല്ലാഹ് പൊരുത്തപ്പെടാത്തത് കുടിച്ചില്ല, അല്ലാഹു പൊരുത്തപ്പെടാത്തത് കഴിച്ചില്ല, അല്ലാഹ് പൊരുത്തപ്പെടാത്ത വേഷവിധാനം സ്വീകരിച്ചില്ല, അല്ലാഹ് പൊരുത്തപ്പെടാത്തതിൽ താമസിച്ചില്ല, അല്ലാഹ് പൊരുത്തപ്പെടാത്തതിൽ യാത്ര ചെയ്തില്ല. അവരുടെ സകല ഹറകാത്ത് സകനാത്തും അല്ലാഹു അല്ലാഹ് എന്ന ചിന്തയിൽ റബ്ബിന്റെ അല്ലാഹുവിന്റെ ദിക്റിലായി ചെലവഴിച്ച് എത്രത്തോളം മഹാന്മാര്, സൂഫിയാക്കൾ അവരാരായിരുന്നു? ദുനിയാവിൽ ആരോടെങ്കിലും ഇടപെട്ടാൽ ഹറാമിന്റെ വിഷയങ്ങൾ ജീവിതത്തിൽ വരുമോ? അല്ലാഹ് പൊരുത്തപ്പെടാത്ത വിഷയവുമായി ഞാൻ ഇടപെടേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ, ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ ത്വല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. അല്ലാഹുവിന്റെ ബുദ്ധിമാന്മാരായ അടിമകളുടെ സ്വഭാവം എന്താണ്? അവർ ഫിത്ന പേടിച്ചു. ദുനിയാവിൽ ആരോടെങ്കിലും സംസാരിച്ചാൽ അല്ലാഹ് പൊരുത്തപ്പെടാത്ത സംസാരം, കേൾവി, ഇടപെടൽ, ഈ ചിന്ത, ഹറാമിന്റെ ചിന്ത ജീവിതത്തിൽ വരുമോ എന്നെല്ലാം ചിന്തിച്ച് ത്വല്ലഖു ദുനിയാ, അവര് ദുനിയാവിനെ കൈയൊഴിഞ്ഞ് കാട് കയറിയ മഹാന്മാരുടെ താരീഖ് അയിമ്മത്ത് നമുക്കതാ അറിയിച്ചു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഹറാമ് വർദ്ധിച്ച ആഖിർ സമാനിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ, ഹറാമിന്റെ വിഷയങ്ങൾ കൺമുമ്പിൽ ധാരാളമുണ്ടെങ്കിലും ഒരു ഹറാമും ജീവിതത്തിൽ ഇല്ലാതെ, ഒരു ഹറാമും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടാതെ തഖ്വയിൽ, ഈമാനോടെ, വറഓടെ, ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ മഹബത്തിലായി ചെറിയ കാല ആയുസ്, ദുനിയാവിലെ മുസ്ലിമിന്റെ ജീവിതം, അവന്റെ ഉംർ, ആഖിറ
ആഖിറം സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന നിലക്ക് വറഅലായി തഖ്വയിലായി ജീവിക്കണേ. അതിനൊരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കരുത്, ഗീബത്ത് പറയരുത്, ഫിത്ന ഉണ്ടാക്കരുത്, കളവ് പറയരുത്, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു അക്രമങ്ങളിലും ഒരു ഗുണ്ടാസെറ്റിലും ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം ചെറുപ്പക്കാർ ഏർപ്പെടരുത്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനം അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു വഹാബി പ്രസ്ഥാനത്തിലും ഒരു പുതിയ ആശയത്തിലും നാം എത്തിപ്പെടാതെ, അവരുമായിട്ട് സഹകരിക്കാതെ, അവരുമായിട്ടുള്ള താളീമ്, അവരുമായിട്ടുള്ള സ്നേഹം, ആദരവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ, തങ്ങൾ പറഞ്ഞതുപോലെ ഒരു പുതിയ ആശയക്കാരുമായി ആര് ബഹുമാനം, ആര് സ്നേഹം നിലനിർത്തിയോ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ അവനിക്ക് സഹകരിച്ചു കൊടുക്കലാണ്, സഹായിക്കലാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പിയാക്കൾ ദഅവത്ത് ചെയ്ത് അല്ലാഹു കബൂലാക്കിയ പരിശുദ്ധ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി സഹകരിച്ചു കൊടുക്കുന്ന സഹായികളായിട്ടുള്ള ഒരു പുത്തനാശയക്കാരുടെ ബഹുമാനവും അവരുടെ ബന്ധവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ട് പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്മേലാണ് അല്ലാഹുവിൻ്റെ ഹബീബ് അറിയിച്ച ആ പരിശുദ്ധരായ അമ്പിയാക്കൾ പ്രചരിപ്പിച്ച് അതേ ഹബീബായ തങ്ങളിലൂടെ അസ്ഹാബിന് കൈമാറി കിട്ടി. മുജ്തഹിദുകളായ അയിമ്മത്തുകൾക്ക് അതതാ സിൽസില മുറിയാതെ, കണ്ണി മുറിയാതെ പാരമ്പര്യത്തോടുകൂടെ പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ, പൂർവകാല സച്ചരിതരായ ിലൂടെ, മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ യഥാർത്ഥ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നി ആശയത്തിൽ അടിയുറച്ച് ഒരു മുജാഹിദിലും ജമാഅത്തെ ഇസ്ലാമിയിലും സലഫിയിലും തബ്ലീഗ് ജമാഅത്തിലും ഒരു ഖാദിയാനിയിലും ഒരു പുതിയ ആശയത്തിലും അകപ്പെടാതെ അഹ്ലു സുന്നയുടെ ഉലമാന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ മൗത്ത് വരെ നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസിൽ നഫ്സ് അടക്കം മുഴുവൻ ആളുകൾ പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് 11 മണിയാകുമ്പോഴേക്ക് സ്വലാത്ത് പൂർത്തിയാക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് കൂടുതൽ സംസാരിക്കാതെ സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. വളരെ ഗൗരവത്തോടൊരു വിഷയം പറയാണ്. ഒരു കാരണവശാലും അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത, ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക് ഹറാമിന്റെ ചിന്തയോടെയോ ഹറാമിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹറാമായ ഇടപെടലുകൾ ഉണ്ടാവലോടുകൂടിയോ ഒരൊറ്റ ആണും പെണ്ണും ബായാറ് സ്വലാത്തിന്റെ ദിവസം ഈ പരിസരത്തേക്ക് കടക്കരുത്. പെണ്ണുങ്ങൾ ഒരു കാരണവശാലും ഇങ്ങോട്ട് സ്വലാത്തിന് വേണ്ടി ഉലമാന്റെ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം ഇവിടെ നടക്കുന്നു. ഈ സ്വലാത്തിനും വേണ്ടി എത്തിപ്പെടുന്ന സകല സ്ത്രീകളോടും പറയുന്നു, ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥയിൽ ഒരൊറ്റ പെണ്ണും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്തല്ലാതെ ഇങ്ങോട്ട് നിങ്ങൾ വരരുത്. ഇസ്ലാമിക പൂർണ്ണമായ ഹിജാബിലല്ലാതെ പരിഷ്കാര വേഷത്തോടെയോ മറ്റു ദുരുദ്ദേശത്തോടെയോ ഒരാളും ഇങ്ങോട്ട് കടക്കരുത്. സ്വലാത്തിന് വന്നിട്ട് നിസ്കാരം ഖളാകുന്ന അവസ്ഥയും ഒരാളിലും ഉണ്ടാകാതെ മുഴുവൻ ആളുകളും പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പിരിഞ്ഞു പോകുന്ന സമയം സാവകാശം വളണ്ടിയർമാരെ അനുസരിച്ച് ഈ മജ്ലിസിനോട് സഹകരിച്ച് നിങ്ങളൊക്കെ സ്വയം കാര്യങ്ങൾ നിയന്ത്രിച്ച് ഏറ്റെടുത്തു പിരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കുകയും ദൂര സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ ഗുജറാത്തിൽ നിന്നുൾപ്പെടെ ഇന്നലെ എത്തിപ്പെട്ട, ബോംബെയിൽ നിന്ന് വരെ ഇന്നലെ എത്തിപ്പെട്ട, ബാംഗ്ലൂരിൽ നിന്ന് വരെ ഇന്നലെ എത്തിപ്പെട്ട, മൈസൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ദൂരെ ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഇവിടെ എത്തിപ്പെട്ട ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. വാഹനത്തിലും അല്ലാതെയും യാത്ര ചെയ്യുന്ന, ഈ സ്വന്തമായിട്ടുള്ള വാഹനത്തിലും മറ്റ് സ്വന്തമായിട്ട് വാഹനം ഓടിച്ചു പോകുന്ന ഡ്രൈവർമാരൊക്കെ ശ്രദ്ധിക്കുകയും കൂടെയുള്ള ആളുകളൊക്കെ ഉണർച്ചയിലായിട്ട് വാഹനം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വലിയ സ്നേഹിയും സഹകാരിയുമായ നമ്മുടെ സ്നേഹിതൻ
ഷാർജയിലെ സീലാൻഡ് മുനീർ ഹാജി അവരുടെ ഉപ്പയും ഉമ്മയും സുഖമില്ലാതെ പ്രത്യേകം ദ്വാരക്കാൻ മജ്ലിസിൽ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ ഉമ്മാക്കും ഉപ്പാക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാന്. അവരെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാന്. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ ഉണ്ട്. ഒരുപാട് നമ്മുടെ TC മുഹമ്മദ് കുഞ്ഞി ഹാജി സുഖമില്ലാതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്ത് നൽകുമാറാകട്ടെ. സ്വാഗതമാട് ബാവ ഹാജി ഉൾപ്പെടെ, കഞ്ഞിപ്പുര സൈദാലിക്കുട്ടി ഹാജി ഉൾപ്പെടെ, തലക്കടത്തൂര് ബാവ ഹാജി, ചമ്മാട് ഇബ്രാഹിംകുട്ടി ഹാജി ഉൾപ്പെടെ ഒരുപാട് നമ്മുടെ സൈനിയും പള്ളങ്കോട് ഉൾപ്പെടെയുള്ള സി ഉസ്താദ് അടക്കമുള്ള വയർ ഉസ്താദ് അടക്കമുള്ള ഒരുപാട് തങ്ങന്മാരും ഉലമാവും ഉമറാക്കളും എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ ഓരോരുത്തരുടെ കാട്ടിപ്പാറ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم. 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 جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله. لا إله إلا الله. لا إله إلا الله. لا إله إلا الله.
إله إلا الله إلا الله لا 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 إله إلا الله لا إله إلا الله 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 لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله إله إلا الله لا إله إلا الله إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله 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 لا إله إلا الله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إله إلا الله لا 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 إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستغيث يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ മൗത്തായ ഞങ്ങളെ പ്രിയപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ് സഹോദരന്മാരെ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ സൗദിയിലെ മദീന നിവാസിയായ ഒരു പ്രിയപ്പെട്ട അറബി സുഹൃത്ത് നമ്മുടെ ഈ മജ്ലിസിൽ സ്വലാത്ത് മജ്ലിസിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തി അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അതുപോലെ ഒരുപാട് നിരവധി സാദാത്തുക്കൾ നിരവധി ആലിമീങ്ങൾ ഉള്ള ഈ സദസ്സ് വലിയ ബർക്കത്തുള്ള ആളുകൾ ആലിമീങ്ങൾ അല്ലേ അതുകൊണ്ട് ആ ഖുർആൻ ഉലമാവിൻ്റെ ബഹുമാനം പറഞ്ഞു ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്ന അള്ളാഹുവിൻ്റെ അടിമകൾ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ അവർ ആലിമീങ്ങളാണെന്ന് അവർക്ക് വലിയ സ്ഥാനം വലിയ മഹത്വം മലായികത്തിൻ്റെ അടുക്കൽ പോലും സ്ഥാനമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഉലമാ ഉമ്മത്തി അംബിയ ഈ ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനം പോലെയാണ് എൻ്റെ സമുദായം അമ്പിയാക്കളെ പോലെയാണ് എൻ്റെ സമുദായത്തിലെ ഉലമാൻ്റെ മഖാം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ ഉലമാ വറസത്തുൽ അംബിയാ അമ്പിയാക്കൾ അനന്തരക്കാരാണ് അവർ ഇൽമ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആലിമീങ്ങളാകാൻ കഴിയൂല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ അല്ലാഹ് ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ
അവന് ദീനിൽ പാണ്ഡിത്യം നൽകി അള്ളാഹു വലിയ തൗഫീഖ് കൊടുക്കും, വലിയ ആദരവ് കൊടുക്കും. അപ്പോൾ ഖൈർ ഉദ്ദേശിക്കാത്ത, അതിൻ്റെ നേരെ മഫ്ഹൂം മുഖാലഫ മുതഅല്ലിമീങ്ങൾ ചിന്തിക്കും, അപ്പോൾ ഖൈർ ഉദ്ദേശിക്കാത്ത ആൾക്കാരല്ലേ ആലിമീങ്ങളല്ലാത്തവരെല്ലാം? അങ്ങനല്ല. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ അത്തൻവീനു ലിത്തഅളീമി. വണ്ണമായ ഖൈർ അള്ളാഹ് ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവർക്ക് പാണ്ഡിത്യം നൽകി അള്ളാഹ് ആദരവ് കൊടുക്കും. ഇപ്പോൾ കണ്ടില്ലേ, ആലിമീങ്ങളല്ലാത്ത എത്രയോ ഉമറാക്കൾ നമ്മളെ സദസ്സിലില്ലേ? അവർ നമ്മളെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെ സാദാത്തുക്കളെ വലത്തും ഇടത്തും നിന്ന് ദീനിനു വേണ്ടി അവർ സജീവമായി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള വലിയ ഉമറാക്കൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് നൽകിയിട്ട് നമുക്ക് താങ്ങും തണലുമായി നമ്മോടൊപ്പം ഉണ്ട്. അതും ഖൈറുദ്ദേശ വിഭാഗത്ത് പെട്ടവർ തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞത് വലിയ ഖൈർ അള്ളാഹു ഒരാൾക്ക് നൽകിയാൽ, ഉദ്ദേശിച്ചാൽ ദീനിൽ പാണ്ഡിത്യം നൽകി അള്ളാഹു അവനിക്ക് സ്ഥാനം കൊടുക്കുമെന്ന് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിറഞ്ഞ പണ്ഡിതന്മാർ നമ്മുടെ സദസ്സിലുണ്ട്. കൂറ്റമ്പാറ ഉസ്താദ് അടക്കം എത്രയോ ആലിമീങ്ങൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഈ സദസ്സിൽ കഴിഞ്ഞ സദസ്സിന് വരാൻ കഴിഞ്ഞില്ല. ഈ സദസ്സിന് ഞാനും ഉസ്താദും കൂടെ കഴിഞ്ഞ പ്രാവശ്യം UAE പോകുന്ന സമയം ഞങ്ങൾ ഒന്നിച്ച് ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇൻഷാ അള്ളാഹ് അടുത്ത സ്വലാത്തിന് നേരത്തെ തന്നെ വരും എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ നേരത്തെ എത്തി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ ഇന്ന് ഈ സ്വലാത്തിൽ ഞാൻ ഇന്ന് പ്രസംഗിക്കാത്തതിൻ്റെ കാരണം എന്നിട്ട് എന്താണെന്നറിയാം? ഇന്ന് പ്രസംഗം ഇവിടെ ആവശ്യമില്ല, നല്ല പ്രസംഗം നടന്നു. അതുമാത്രമല്ല SSLC പരീക്ഷ നടക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നേരത്തെ എത്താനുള്ള ആളുകൾക്ക് ഇനി അതിനൊന്നും പ്രയാസം വേണ്ട. കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള രക്ഷിതാക്കളൊക്കെ ഉണ്ട്. നേരത്തെ വിളിച്ചുണർത്തി അവർക്ക് പഠിക്കാൻ വേണ്ടി 4 മണിക്കൊക്കെ ഉണർത്തിയിട്ട് പാടാക്കാനുള്ള ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇൻഷാ അള്ളാഹ് ഈ സ്വലാത്ത് നേരത്തെ തന്നെ, ഇനിയുള്ള സ്വലാത്തും നേരത്തെ തന്നെ പൂർത്തിയാക്കും. 11 മണിയാകുമ്പോഴേക്കും നമ്മുടെ സ്വലാത്ത് അവസാനിപ്പിക്കുന്ന രീതിയിലായിരിക്കും തുടർന്നുള്ള മജ്‌ലിസുകളും. മലപ്പുറം ജില്ലയിൽ സാധുവായ ഞാനും നമ്മുടെ സ്നേഹിതൻ കൊളത്തൂർ അലവിത ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരും എല്ലാവരും കൂടി നടത്തിവരുന്ന ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വീടിനടുത്ത് മലപ്പുറം ജില്ലയിൽ മൂന്നാക്കലിൽ നടത്തിവരുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്‌ലിസ് അടുത്ത മാസം ഇംഗ്ലീഷ് മാസം ആദ്യത്തെ തിങ്കളാഴ്ച ആയിരിക്കും. അടുത്ത മാസം ഇംഗ്ലീഷ് മാസം ആദ്യത്തെ തിങ്കളാഴ്ച മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ തുടങ്ങും. 10 മണിയാകുമ്പോഴേക്കും മൂന്നാക്കൽ സ്വലാത്ത് അവസാനിക്കും എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. എത്രയോ ആളുകൾ ഇന്നും ഇന്നലെയുമായി ഇവിടെ വന്ന ആംബുലൻസുകൾ എത്ര വല്ലാത്ത അവസ്ഥയിൽ, എത്ര ക്യാൻസർ പിടിച്ച് ചെറിയ കുട്ടിയുൾപ്പെടെ 10-12 വയസ്സുള്ള കുട്ടി, 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ, പ്രായമുള്ള ആളുകൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിലേക്ക് ഇന്നും ഇന്നലെയുമായിട്ട് വന്ന ആംബുലൻസുകൾ എത്രയാണ്. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് അതിദാരുണമായി പടയുന്നതിൽ വരെ നമുക്ക് കണ്ട് സഹിക്കാൻ പറ്റാത്ത റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. കഴുത്തിൽ ഹോൾസ് ഇട്ടിട്ട് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന വലിയ വലിയ രോഗങ്ങൾ ബാധിച്ചിട്ട് കാലിലൊക്കെ മുറിവ് ബാധിച്ച് കാലിൽ ഒരു വലിയ ദ്വാരം, വലിയ ഗുഹ മാതിരി കാലിൻ്റെ എല്ലാം ശരിക്ക് കാണുന്ന നിലക്ക് എന്താണ് അവരുടെ അവസ്ഥ? റബ്ബേ ഒന്ന് ഇരിക്കാൻ കഴിയാതെ നടക്കാൻ കഴിയാതെ വല്ലാണ്ട് വിഷമിക്കുകയാണ്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല അല്ലാഹ്. ഒരുപാട് ഹാർട്ട് രോഗികളുണ്ട്. ഹാർട്ടിന് ഹോൾസുള്ള ആൾക്കാർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ ഡേറ്റ് കൊടുത്ത് കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായിട്ട് പറഞ്ഞ എത്രയോ നടക്കാത്ത കുട്ടി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇമാറാത്തിലുള്ളപ്പോൾ അവിടുന്ന് അബുദാബിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, കൊടക് ജില്ലയിലെ ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിയാരാണ്, ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ കുട്ടിക്ക് ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞിരുന്നു, തങ്ങൾ സ്വലാത്തിന് വേണ്ടി വരാൻ പറഞ്ഞ് അൽഹംദുലില്ലാ കഴിഞ്ഞ സ്വലാത്തിന് വന്നു. ഇപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ പൂർണ്ണമായി സുഖം നൽകി. എൻ്റെ ബാപ്പ അടുത്ത സ്വലാത്തിന് വരുമെന്ന് പറഞ്ഞ് ആ ബാപ്പ നേരത്തെ അദ്ദേഹത്തിൻ്റെ കുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ മകൻ അബുദാബിയിൽ നിന്ന് പറഞ്ഞ എൻ്റെ മോൻ്റെ കുട്ടിയാണിത്, ഇപ്പോൾ പൂർണ്ണ സുഖമാണ്, ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ സ്വലാത്തിൻ്റെ ദിവസം ഞാൻ പറഞ്ഞു, 8 വയസ്സ് വരെ സംസാരിക്കാത്ത ഈ സുള്ളിയ ഭാഗത്തുള്ള കോഴിനാട്ടിലുള്ള ഒരു കുട്ടി കഴിഞ്ഞ സ്വലാത്ത് 3-ാമത്തെ സ്വലാത്ത് ആയപ്പോഴേക്ക് സംസാരിച്ചു, നമ്മുടെ മജ്‌ലിസിലെത്തി. അതുപോലെ കഴിഞ്ഞ സ്വലാത്തിൽ പറഞ്ഞിരുന്നു, പാടെ കിടപ്പിലായി വിസർജനം പോലും കിടപ്പിൽ നടത്തിയിരുന്ന അത്യാസന്ന നിലയിലുള്ള ഒരു ഹാജി, മഞ്ഞനാടിയിലുള്ള ഹാജി കഴിഞ്ഞ സ്വലാത്തിൽ ആഫിയത്തോടെ നടന്നു വന്നു. ഇന്നും അദ്ദേഹം സന്തോഷത്തോടെ എൻ്റെ മുമ്പിൽ വളരെ സന്തോഷത്തോടെ മഞ്ഞനാടിയിലുള്ള മുണ്ടപ്പദവിലുള്ള ആ
പിതാവും അദ്ദേഹത്തിൻ്റെ മകനും ഇന്നും സന്തോഷത്തിൽ ഈ മജ്ലിസിൽ ഉണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ ഡോക്ടർമാർ കൈവിട്ട് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തിട്ട് മാഷാ അല്ലാഹ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖം കിട്ടിയ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയ, സംസാരിക്കാത്തവർക്ക് സംസാരശേഷി കിട്ടിയ, നടക്കാത്തവർ നടന്ന, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടിയ, ജയിലറകളിൽ അകപ്പെട്ട എത്രയോ ആളുകൾക്ക് മോചനം കിട്ടി, വലിയ സലാമത്തും ആഫിയത്തും എല്ലാം ജീവിതത്തിൽ പച്ചയായിട്ട് അനുഭവത്തിൽ ബോധ്യമായ ആയിരക്കണക്കിന് വിഷയങ്ങൾ എല്ലാം വ്യക്തമായതിനാലാണ് ഓരോ മാസവും ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ, നേരത്തെ പാത്തൂർ തഖാഫി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ കുറേ ദൂരത്തു നിന്ന് നടന്നു വരികയാണ്, കാരണം വാഹനം വരാൻ കഴിയാതെ ഞങ്ങളെ വാഹനമൊക്കെ എത്രയോ മുകളിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഇന്ന് വളരെ പെട്ടെന്ന് സ്വലാത്ത് പൂർത്തിയാക്കും. അങ്ങനെ വിഷമിച്ചു കൊണ്ടുള്ള എത്രയോ ആളുകളുടെ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തിനെ കൊടുക്കട്ടെ, അള്ളാഹ് ശിഫനെ കൊടുക്കട്ടെ, അള്ളാഹ് സലാമത്തിനെ കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദ്വാരക്കാൻ വേണ്ടി പോവാണ്. ഒരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം മുസാഫഹത്ത് നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ബോക്സ് ഒന്നാകെ ഇങ്ങോട്ട് തള്ളി, ആരെങ്കിലും തലയ്ക്ക് ആ ബോക്സ് വീണാൽ മനുഷ്യന് ആ വലിയ അപകടം പറ്റും, ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ ഒരാളും ബോക്സിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കിടക്കാനോ ബോക്സ് ഇങ്ങോട്ട് തള്ളാനോ ഒന്നും നിൽക്കണ്ട. അവിടെ വളണ്ടിയർമാർ രണ്ടാളൊന്നും അങ്ങോട്ട് വലയം ചെയ്ത് നിന്നാൽ മതി. എല്ലാവരും പള്ളിൻ്റെ ആ ഭാഗത്തു നിന്ന് ഒരേ ലൈനിൽ ഒറ്റ വരിയിൽ മുസാഫഹത്ത് ചെയ്യുക. മുസാഫഹത്ത് ചെയ്യുന്ന സമയം നിങ്ങളുടെ കയ്യിലുള്ള വലിയ സ്വതക്കകൾ ഈ മഹത്തായ സ്ഥാപനത്തിന് നിങ്ങൾ നൽകണം. നേരത്തെ തഖാഫി പറഞ്ഞല്ലോ, ഇവിടെയുള്ള ഓരോ വിഷയങ്ങൾ, ശരീഅത്ത് കോളേജും ദഅവ കോളേജും അതുപോലെ ഇംഗ്ലീഷ് മീഡിയം ഹിഫ്ദുൽ ഖുർആനും ഉൾപ്പെടെ എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊക്കെ വലിയ ചെലവ്, സാമ്പത്തികമായി വലിയ ബാധ്യതയുണ്ട്. ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള സഹായം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കഴിഞ്ഞ മാസം ബൾബ് വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ബൾബ് അൽഹംദുലില്ലാ സദസ്സിലേക്ക് ആവശ്യമായ ബൾബ് ഏറ്റെടുത്ത് പലവരും അന്ന് ഏറ്റെടുത്ത സംഖ്യ ഇപ്പോൾ ഇന്ന് വന്നപ്പോഴും മുമ്പുമായിട്ട് നൽകി. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا. ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. നിന്റെ മഹാന്മാരെ വസീലയാക്കി പരിശുദ്ധ മജ്ലിസിൽ നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും
ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ ഖൽബ് നിറക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം അല്ലാഹ്. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം റബ്ബേ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ സൂക്ഷിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഖൽബ് പോലെ ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണം അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ മുതഹിറൽ ഖുലൂബ് طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ കൊണ്ട് ഖൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം റബ്ബേ. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകി ദുആ കൊണ്ട് ഏൽപ്പിച്ചവര്, ഭക്ഷണം നൽകിയവര്, ദുആ കൊണ്ട് കടപ്പെട്ടവര്, ബായാർ സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളെ മജ്ലിസുകളുമായി, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുമായി, ആലിമീങ്ങളുമായി, സാദാത്തുക്കളുമായി, സംഘടനകളുമായി ദുആ കൊണ്ട് കടപ്പെട്ട് ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇവിടെ എത്തിപ്പെട്ട ആലിമീങ്ങൾ, ഉമറാക്കൾ, സാധാരണക്കാരുൾപ്പെടെ ആര് ദുആ ഞങ്ങളോട് ഏൽപ്പിച്ചവരുണ്ടോ, ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ടോ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ ബാധിച്ച് എത്രയോ അത്യാസന്ന നിലയിലുള്ള രോഗികൾ ശാരീരികവും മാനസികവുമായ പ്രയാസത്താൽ ഈ മജ്ലിസിൽ എത്തിപ്പെട്ടവർ, അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്. ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നവരുണ്ടോ കാമിലായ ശിഫ നൽകണം റഹ്മാന്. പൂർണ്ണ സുഖം നൽകണം റഹ്മാന്. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ. എത്രയോ ബ്ലഡ് ക്യാൻസർ ബാധിച്ച ചെറിയ കുട്ടികൾ നേരത്തെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് അത്യാസന്ന നിലയിൽ ബ്ലഡ് ക്യാൻസർ ബാധിച്ച ചെറിയ കുഞ്ഞിനെ എടുത്ത് ഒരു പിതാവ് നേരത്തെ ഇവിടെ ജുമാന്റെ മുമ്പ് എത്തിയിട്ടുണ്ട്. എത്രയോ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട രോഗികൾ ഇവിടെയുണ്ട്. മാരകമായ ബ്ലഡ് ക്യാൻസർ പിടിപെട്ടിട്ട് ഇന്ത്യയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ചെക്കപ്പ് നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തത്
ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് നൽകിയ രോഗികൾ നിന്റെ മജ്ലിസിൽ സംബന്ധിച്ചത് ഹബീബിന്റെ മജ്ലിസ് കാരണം പൂർണ്ണ സുഖം കിട്ടി. ഇന്നും മഗ്‌രിബിന്റെ ശേഷം എൻ്റെ അടുത്ത് വന്ന ചെറുപ്പക്കാരൻ ഉൾപ്പെടെ റബ്ബേ ഈ മജ്ലിസ് കൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എത്രയോ ക്യാൻസർ രോഗമടക്കം എന്ന് നീ നിന്റെ ഹബീബിനോട് പറഞ്ഞത് ജമ്മുൽ ജവാമി പറഞ്ഞതുപോലെ ശുക്റുൽ മുൻഅമി വാജിബുൻ, നിഅമത്തിന് ശുക്ർ ചെയ്യൽ വാജിബാണ്, ലാസിമാണ്. ഞങ്ങൾ ശുക്റായിട്ട് തങ്ങളെ സ്വലാത്തിന്റെ ബഹുമാനം, ഈമാൻ കുറഞ്ഞ ഈ കാലഘട്ടം സ്വലാത്തിന്റെ ബഹുമാനം ജനങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങൾ ഓരോന്നോരോന്നെടുത്ത് പറയാണ്. എത്രയോ ക്യാൻസർ അടക്കം രോഗം സുഖപ്പെട്ട മജ്ലിസിൽ വലിയ പ്രയാസത്തോടെ പ്രതീക്ഷയോടെ എത്തിപ്പെട്ടവർക്ക് നീ ശമനം നൽകി ഖൈബാക്കാതെ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാഹ് റബ്ബേ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാൻ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കയലവീക്ക ക്യാൻസർ, അന്നനാളത്തിൽ, ശ്വാസകോശത്തിൽ, ബ്രസ്റ്റിൽ. നേരത്തെ വന്ന് പറഞ്ഞു ഒരു യുവതിയായ പെണ്ണിന് ബ്രസ്റ്റിൽ ക്യാൻസർ ബാധിച്ചിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അതേ അവസ്ഥയിൽ നേരത്തെ വന്ന് പറഞ്ഞ ഒരു സഹോദരിക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ ബാധിച്ച് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും ദുർഗന്ധം വരുന്ന പുഴുക്കളുണ്ടോ എന്ന സംശയം വരെ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ വല്ലാത്ത നിലക്ക് വേദന കടിച്ചിറക്കിയിട്ട് അസഹ്യമായ വേദന കൊണ്ട് കിടന്ന് പടഞ്ഞിട്ട് ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന, രാത്രി കിടന്നാൽ ഉറക്കില്ലാതെ നിലവിളിച്ച് അട്ടഹസിക്കുന്ന സഹോദരിയെ സംബന്ധിച്ച് കുടുംബം കണ്ണീരോടെ മജ്ലിസിൽ ഇന്നിവിടെ കൂടി. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. ബ്രസ്റ്റിൽ ക്യാൻസർ ബാധിച്ചവര്, അന്നനാളത്തില്, ശ്വാസകോശത്തില്, സ്വകാര്യ അവയവങ്ങളിലടക്കം ക്യാൻസർ ബാധിച്ച് അത്യാസന്ന നിലയിൽ കഴിയുന്ന രോഗികൾ ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞു മജ്ലിസിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. മിസ്കീന്മാരായ ഞങ്ങളെ കണ്ടിട്ടല്ല, ഞങ്ങൾ ഇൽമില്ലാത്തവരാണ്, ഈമാനും അമലും തഖ്വയും വറഹും എല്ലാം കുറഞ്ഞവരാണ്. എങ്കിലും യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലുൻ യുഖർരിബുനാ ഇലൈക ബഅദൽ ഈമാനി ഇല്ലാ മഹബ്ബത്തു അംബിയായിക വഔലിയായിക വഉലമാഇ ദീനിക വസ്സാലിഹീൻ. നിന്റെ മഹാന്മാരോടുള്ള ബഹുമാനം, മഹബത്ത് ഞങ്ങളെ കൽബിൽ ഞങ്ങൾ നിറച്ചിട്ടുണ്ട്. അതെങ്കിലും ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് ആര് ക്യാൻസർ അടക്കം ബാധിച്ച് ശിഫ നിർദ്ദേശിച്ച് എത്തിപ്പെട്ടവർക്ക് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാൻ. നീ ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, സർവ ക്യാൻസറും സുഖപ്പെടുത്തണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. മന്ദബുദ്ധിയുള്ളവരുണ്ട്, അതാ അപസ്മാരം, പീഡ്സിന്റെ അസുഖം മാസത്തിലും മണിക്കൂറുകളിലും ദിവസങ്ങളിലും ആഴ്ചകളിലും വർഷത്തിൽ 2 തവണ ഒക്കെയായി ജനമധ്യത്തിലും അല്ലാണ്ടയും ബോധമില്ലാതെ മണിക്കൂറുകളോളം കൈകാൽ ബലം പിടിച്ച് വായിൽ നിന്ന് നൊര വരുന്ന വല്ലാത്ത അപകടകരമായ അപസ്മാരം ബാധിച്ച യുവതികളുടെ രോഗം സുഖപ്പെടാൻ, യുവാക്കളെ രോഗം സുഖപ്പെടാൻ നിയ്യത്ത് ചെയ്ത് മജ്ലിസിൽ കൂടിയവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ. റബ്ബേ ഞങ്ങളെ ബുദ്ധിക്ക് കുറവ് വരുന്ന, ഞങ്ങൾക്ക് അബോധാവസ്ഥ വരുന്ന നിലക്ക് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ബുദ്ധിക്ക് താഴറ് വരുന്ന അവസ്ഥയിൽ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ബുദ്ധി മൗത്ത് വരെ നല്ല ഓർമ്മയിൽ ശക്തിയായ നിലക്ക് നീ നിലനിർത്തി തരണം റഹ്മാൻ. റഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, മന്ദബുദ്ധിയുള്ള എത്ര മക്കളുണ്ട്. ഒരു കുടുംബത്തിൽ 4-5 കുട്ടികളുണ്ടായി, 4 കുട്ടികളും ജന്മനാ വൈകല്യവും ജന്മനാ മന്ദബുദ്ധിയുമായിട്ട് എത്ര പ്രയാസം ഉണ്ടാവും. 4-5 കുട്ടികളൊക്കെ മന്ദബുദ്ധിയുള്ളവരെ, വൈകല്യമുള്ളവരെ പരിചരിക്കാൻ ആ രക്ഷകർത്താക്കൾക്ക്. റബ്ബെ ഞങ്ങളെ പ്രിയപ്പെട്ടവരാണ്. ഓരോ കുഞ്ഞു മക്കളെ കൊണ്ടുവരുമ്പോൾ കാണാൻ കഴിയാതെ മനസ്സ് പൊട്ടുന്ന അവസ്ഥ മിസ്കീന്മാരായ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ നഫ്സ് പോലുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവർക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണം ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ല റഹ്മാന്. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവർക്ക് പലവരും വന്ന് പറയുന്നത് ഖളാഉൽ ഹാജത്തിനെങ്കിലും ആവശ്യ നിർവഹണം വിസർജ്യം നടത്തിയിട്ട് ശുചീകരണം നടത്താനുള്ള ഒരു സ്വന്തമായ കെൽപ്പെങ്കിലും സുഖമെങ്കിലും അവർക്ക് കിട്ടിയെങ്കിൽ തങ്ങളെ എന്ന് പറഞ്ഞു കരഞ്ഞവർക്ക് നീ സ്വന്തമായിട്ട് ആ മക്കൾക്ക് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അവസ്ഥയെങ്കിലും നൽകിയിട്ട് അവർക്ക് സമാധാനം നൽകണം റഹ്മാന്. ആ കുടുംബത്തിന് സമാധാനം നൽകണം റഹ്മാന്. ഞങ്ങൾക്കൊക്കെ ഈമാന് പവർ നൽകണം റഹ്മാന്. ഖൽബിൽ ഹിമ്മത്ത് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാഹ്, സംസാരിക്കാത്ത എത്ര ആളുകളെയാണ് നിന്റെ ഹബീബിന്റെ മജ്ലിസിൽ നീ സംസാരിപ്പിച്ചത്. ആര് സംസാരിക്കാതെ ഈ മജ്ലിസിനെ പ്രതീക്ഷിച്ച് എത്തിപ്പെട്ടവരുണ്ടോ നീ സംസാരിപ്പിക്കണം റഹ്മാന്. നടക്കാത്തവരെ നടത്തണം അല്ലാഹ്. ജന്മനാ വൈകല്യം സുഖപ്പെടുത്തി നടത്തണം റഹ്മാന്. ഒരു ഭാഗം തളർന്നവരുണ്ട്, അപകടം പറ്റി നടക്കാൻ പറ്റാത്തവരുണ്ട്, നടുവൊടിഞ്ഞ് നടക്കാൻ പറ്റാത്തവരുണ്ട്. നീ നടത്തണം റഹ്മാന്. നീ ആഫിയത്താക്കണം റഹ്മാന്. നീ സുഖപ്പെടുത്തണം റഹ്മാന്. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്. ഹാർട്ടിന് ബ്ലോക്കായി ഓപ്പറേഷൻ നടത്തി, ഇനിയും ബ്ലോക്ക് വന്നു, ഓപ്പറേഷൻ നടന്ന്, മൂന്നാമതും ബ്ലോക്ക് വന്നിട്ട് ഇനിയും ഓപ്പറേഷത്തിന് പറയുന്നു തങ്ങളെ എന്ത് ചെയ്യണം, എനിക്ക് ബേജാർ പേടിയാകുന്നെന്ന് കരഞ്ഞു പറഞ്ഞവരുൾപ്പെടെ ഓപ്പറേഷൻ ഇല്ലാതെ സകല ഹാർട്ടിന്റെ ബ്ലോക്കും നീക്കണം റഹ്മാൻ. അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ്. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്. ഡയാലിസിസ് ഉള്ള എത്ര ആളുകളാണ് ഈ സദസ്സിൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് അല്ലാഹ്. ഡയാലിസിസ് ചെയ്ത് പൊറുതിമുട്ടിയിട്ട് വറക്കുന്ന ശരീരത്തോടെ എത്തിപ്പെട്ട, ശ്വാസമടക്കാൻ പ്രയാസപ്പെടുന്ന, കാലിൽ നീര് കെട്ടി വീർത്തുമുട്ടിയ അവസ്ഥയിലുള്ള എത്ര രോഗികളുണ്ട്. ദൂരെ ദിക്കിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ട് നീ കബൂലാക്കിയിട്ട് നിന്റെ ഹബീബിനെ കൊണ്ട് ഡയാലിസിസ് ഇല്ലാതെ നീ സുഖം നൽകണം റഹ്മാന്. ചെമ്മാടുള്ള CK നഗറിലുള്ള ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് കഴിഞ്ഞ സ്വലാത്തിന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ICUവിൽ വെന്റിലേറ്ററിലുണ്ടായി. അൽഹംദുലില്ലാ, നമ്മുടെ സ്വലാത്ത് തുടങ്ങിയപ്പോഴേക്ക് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തായ ഒരു വിവരം ഇവിടെ പറഞ്ഞ് നീ സുഖം നൽകണം റഹ്മാന്. നീ ആഫിയത്ത് നൽകണം റഹ്മാന്. നീ ശിഫ നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രം പോവാതെ കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. സകല മൂത്രത്തിലെ കല്ലും നീ സലാമത്താക്കണം റഹ്മാന്. നീ ആഫിയത്താക്കണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണമല്ല, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണമല്ല, അലർജി സുഖപ്പെടുത്തണമല്ല, ആസ്തമ സുഖപ്പെടുത്തണമല്ല. അർഹമുർ-റഹീമായ റബ്ബേ, ലിവറിൽ വെള്ളം നിറഞ്ഞ്, ലിവറിൽ കൊഴുപ്പ് നിറഞ്ഞ്, ലിവർ വീക്കായിട്ടൊക്കെ ദ്വാരക്കാൻ പറഞ്ഞവർക്ക് നീ ശമനം നൽകണം റഹ്മാൻ. നീ ആഫിയത്ത് നൽകണം റഹ്മാന്. പൈൽസിന്റെ അർശസിന്റെ രോഗം സുഖപ്പെടുത്തണമല്ല. ഗർഭപാത്രത്തിൽ മുഴയുള്ളവര്, വയറ്റിൽ മുഴയുള്ളവര്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവര്, അവയവം മുറിക്കാൻ പറഞ്ഞവര്, അല്ലാ, ഞങ്ങളിൽ ഒരാളുടെ ശരീരവും മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിൽ, മോട്ടം ചെയ്യേണ്ട അവസ്ഥയിൽ, ഓപ്പറേഷൻ നടത്തേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നിരീക്ഷിക്കല്ല റഹ്മാൻ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവർക്ക് അതില്ലാതെ നീ സലാമത്ത് നൽകണം റഹ്മാൻ. കഴിഞ്ഞ ദിവസം ഞാൻ അൽ ഐനിൽ പോയപ്പോൾ അൽ ഐൻ സിറ്റിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുപോയി, ICUവിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ചെറുപ്പക്കാരൻ, ഒരു മാസമായി പാലക്കാട് ജില്ലയിലെ ഒരു ചെറുപ്പക്കാരനാണ് ബൈക്ക് അപകടത്തിൽ വല്ലാത്ത അത്യാസന്ന നിലയിൽ ഒരു മാസക്കാലമായി ബോധമില്ലാതെ. മറ്റൊരാൾ കേരളീയനാണ്, അദ്ദേഹം 5 മാസമായി ബോധമില്ലാത്ത അവസ്ഥയിൽ ICUവിലാണ്, നാട്ടിലേക്ക് വരാൻ കഴിയാതെ. റബ്ബേ, നീ ബോധം നൽകണം റഹ്മാന്. ബോധമില്ലാതെ ആര് ICUവിലും വെന്റിലേറ്ററിലും വീടുകളിലും ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ടൊക്കെ ഉണ്ടോ, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ബോധം നൽകണം റഹ്മാന്. ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാരുണ്ട്, ഗർഭപാത്രം താഴ്ന്നവരുണ്ട്, നീ ശമനം നൽകണം റഹ്മാന്. നീ ആഫിയത്ത് നൽകണം റഹ്മാന്. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാഹ്. അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം റഹ്മാന്. കാലിൽ നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട്,
ഒക്കെ പ്രയാസപ്പെടുന്ന വെരിക്കോസിന്റെ അസുഖമുള്ളവരുൾപ്പെടെ കാലിൽ മുറിവായിട്ട് മുറിവ് ഉണങ്ങാതെ നേരത്തെ ഞാൻ പറഞ്ഞ ഘോരമായ കാലോടുകൂടെ എത്തിപ്പെട്ടവർക്കടക്കം നീ ശമനം നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്. അല്ലാഹ് കുഷ്ഠരോഗം സുഖപ്പെടുത്തണം റഹ്മാന്. വെള്ളപ്പാണ്ട് ബാധിച്ച എത്രയോ ആളുകൾ ഈ മജ്ലിസിലുണ്ട്, ആഫിയത്ത് നിയ്യത്ത് ചെയ്ത് എത്തിപ്പെട്ടവരുണ്ട്. സകല വെള്ളപ്പാണ്ടും സുഖപ്പെടുത്തണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം റഹ്മാന്. അർഹമുർ-റഹീമായ റബ്ബേ, HIV സുഖപ്പെടുത്തണം അല്ലാഹ്, ഭ്രാന്ത് സുഖപ്പെടുത്തണം റഹ്മാന്, മാനസിക രോഗം സുഖപ്പെടുത്തണം റഹ്മാന്, സോറിയാസിസ് സുഖപ്പെടുത്തണം റഹ്മാന്, ടോൺസർ സുഖപ്പെടുത്തണം റഹ്മാന്, തൈറോയ്ഡ് സുഖപ്പെടുത്തണം റഹ്മാന്. പേരറിയുന്നതും അറിയാത്തതും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഏത് രോഗികൾ ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബിന്റെ മജ്ലിസ് മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഖായിബാക്കാതെ കബൂലാക്കി പൂർണ്ണ സുഖം നൽകണം റഹ്മാൻ. നീ ശിഫ നൽകണം റഹ്മാൻ. അല്ലാഹ്, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി, മക്കളെ കല്യാണം നടത്തി, വീട് നിർമ്മാണം നടത്തി, വിസക്ക് കൊടുത്ത്, ബിസിനസ്സിന് കൊടുത്ത്, പലവരുടെയും ചതിയിൽപ്പെട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതൊക്കെ കടത്തിലകപ്പെട്ട് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കഴിഞ്ഞ വിദേശയാത്രയിലടക്കം അവിടെ കുടുങ്ങിയിട്ട് നാട്ടിലേക്ക് വരാൻ പറ്റാതെ, ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ ഞങ്ങൾ വിഷമത്തിലാണെന്ന് സങ്കടപ്പെട്ടവരുൾപ്പെടെ ആര് കടം കൊണ്ട് വിഷമിക്കുന്നോ, അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സർവ്വ കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മിസ്കീന്മാരായ ഞങ്ങളെ ഒന്നും ഒരു അപകടത്തിലും പെടുത്തല്ല റഹ്മാന്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങളെ ICUവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. മറ്റുള്ളവർ ഞങ്ങളെ പരിചരിക്കേണ്ട അവസ്ഥയിൽ നീ ഞങ്ങളൊരു ഭാഗത്ത് തളർത്തല്ല റഹ്മാൻ. നീ ഞങ്ങൾക്ക് നിന്റെ മഹാന്മാരെ കാവൽ നിലനിർത്തി തരണം റഹ്മാൻ. നീ ഞങ്ങളെ സലാമത്താക്കി തരണം റഹ്മാൻ. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടാവാൻ 10ഉം 25ഉം വർഷമായി വൈദ്യന്മാരെയും സകല ചികിത്സാ രീതികളും നടത്തിയിട്ട് മക്കളുണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് വൈദ്യലോകം വിധി എഴുതിയിട്ട് നിന്റെ ഹബീബിനെ ആശ്രയിച്ച് സ്വലാത്ത് മജ്ലിസിൽ എത്തിപ്പെട്ട് മക്കളെ കിട്ടിയ ആയിരക്കണക്കിന് ആളുകളെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇന്നും ഇന്നലെയുമായി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടുത്തെ സ്വലാത്തിൽ കൂടിയത് കാരണം കിട്ടിയ കുട്ടിയാണെന്ന് പറഞ്ഞ് കാണിച്ച മക്കളടക്കം ആര് മക്കളുണ്ടാവാനുള്ള നിയ്യത്തോടെ പ്രതീക്ഷയോടെ ഈ മജ്ലിസിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ, ഭാര്യയ്ക്ക് പ്രശ്നം പറഞ്ഞവരുണ്ടാകാം, ഭർത്താവിന്റെ പ്രശ്നം പറഞ്ഞവരുണ്ടാകാം, എല്ലാവരുടെ പ്രശ്നവും അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അവിടുത്തെ സ്വലാത്തിന്റെ ബഹുമാനം കൊണ്ട് നീ പരിഹരിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക്, മുതഅല്ലിമുകൾക്ക്, ഞങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടക്കുന്ന സമയമാണ്. SSLC പരീക്ഷ അടക്കം പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാഹ്. പഠനത്തിൽ പുരോഗതി നൽകണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന
നല്ല അനുസരണമുള്ള അതവുള്ള സുന്നി മക്കളാക്കി തരണം റഹ്മാന്. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. റബ്ബേ, ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ സകലരിലും നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ, സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. ഞങ്ങളെ രോഗികളാക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ. ഞങ്ങളെ ആയുസ് ചുരുക്കല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്വാനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ മജ്ലിസുകളെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല എന്ന് നീ ഖുർആനിൽ മഹത്വം വാഴ്ത്തി പറഞ്ഞ അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും അവിടത്തെ മദ്ഹിലായി മഹബ്ബത്തിലായി ആശിഖീങ്ങൾ അറിയിച്ച ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ, ആ മദ്ഹിലായി മഹബ്ബത്തിലായി ഒരുമിച്ച് കൂടിയ ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്ന പരിഹാരം സ്വലാത്ത് അതിന് പരിഹാരമാണെന്ന് നിന്റെ ഹബീബ് ഞങ്ങൾക്ക് അറിയിച്ച മജ്ലിസിൽ മിസ്കീന്മാരായ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ട് സകല സിഹറും ഈ പരിശുദ്ധ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാഹ്. ശൈത്വാനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിരീങ്ങള്, ഹാസിദീങ്ങള്, ളാലിമീങ്ങള്, കുഫാരീങ്ങള്, ഫത്താനീങ്ങള്, മുഫ്സിദീങ്ങള്, മുതകബിരീങ്ങൾ, മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല അഅദായികളെ ശർറിൽ നിന്നും സുന്നത്ത് ജമാഅത്തിന്റെ സകല സാദാത്തുക്കൾ, ഉലമാഹ്, ഖാദിമുകൾ, മിസ്കീന്മാരായ ഞങ്ങളൊക്കെ നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാഹ്. ഒരു കള്ളക്കേസിലും പെടുത്തല്ല അല്ലാഹ്. എത്രയോ മഹല്ല് ജമാഅത്തിൽ കള്ളക്കേസും പ്രശ്നങ്ങളും അടക്കമുണ്ട്. നീ ഇസ്സത്തിലും സലാമത്തിലുമാക്കണം റഹ്മാൻ. ജയിലിൽ അറസ്റ്റിലുള്ളവർ ഗൾഫിൽ ഉൾപ്പെടെ നീ മോചനം നൽകണം റഹ്മാൻ. നീ സലാമത്താക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് ഈ അടുത്തും മൗത്തായി ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് ഖബറിലുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, മശായിഖന്മാര്, ഇഷ്ടജനങ്ങൾ അല്ലാഹ് ദറജ ഉയർത്തണം റബ്ബേ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹിബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഗൾഫിലും നാട്ടിലും ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം റഹ്മാന്. പല കോളേജുകളുടെയും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പഠനരംഗം ഉൾപ്പെടെ പല അഡ്മിഷനും പല കാര്യങ്ങളും ശരിപ്പെടേണ്ടവരുണ്ട്. സ്ഥലത്തിന്റെ കച്ചവടം ഉൾപ്പെടെ പല രജിസ്റ്ററും അടക്കം എല്ലാം എളുപ്പത്തിലാക്കണം റഹ്മാന്. സന്തോഷത്തിലാക്കണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വാടക അനുയോജ്യമായ വീട് നൽകണം റഹ്മാന്. വിവാഹപ്രായമെത്തി എത്ര പെൺകുട്ടികളാണ്, പ്രായമെത്തിയ ആൺകുട്ടികൾ കല്യാണം അന്വേഷിക്കുന്നവരുൾപ്പെടെ റബ്ബേ, വിവാഹാലോചന നടത്തുന്ന, വിവാഹമെത്തിയ പ്രായമെത്തിയ അന്വേഷണം നടത്തുന്ന കുട്ടികൾക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. അതിന്റെ പേരിൽ മറ്റൊരാളെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട നിലക്ക് ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാളെയും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പണക്കങ്ങളും പ്രശ്നങ്ങളും, കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും, പൈശാചിക പ്രയാസം ഉൾപ്പെടെ, സിഹറിന്റെ ബുദ്ധിമുട്ടുൾപ്പെടെ എല്ലാം നീ സന്തോഷത്തിലും ഇൽഫത്തിലും റാഹത്തിലുമാക്കണം റഹ്മാന്. എത്രയോ അതിന് പുറമെ ഇന്ന് വർദ്ധിച്ചിരിക്കുന്ന സിനയുടെ ജീവിത രീതിയിൽ മുഴുകിയ വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന യുവതികളും യുവാക്കളും അടക്കം എത്ര ചെറുപ്പക്കാരികളാണ് ബ്യൂട്ടി പാർലറിൽ പോകുന്നത്,
ഞാൻ എൻ്റെ സൗണ്ട് ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിം സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഈമാനുള്ള ഒരു പെണ്ണിനും ബ്യൂട്ടി പാർലറിന്റെ പടി കയറാൻ പറ്റൂല. ഉപ്പാപ്പ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഈമാനുള്ള അള്ളാഹുവിൽ ചിന്തയുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണും ബ്യൂട്ടി പാർലറിൽ പോകൂല. അതുകൊണ്ട് ആ തമ്മാടിത്ത സ്വഭാവം സ്വീകരിച്ച അത്തരം തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ട വല്ല മുസ്ലിം പെണ്ണുങ്ങളുമുണ്ടെങ്കിൽ ഈ മജ്‌ലിസിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഇനിമേലിൽ ബ്യൂട്ടി പാർലറിന്റെ പടി കയറൂല. ഓ പുരുഷന്മാരെ, രക്ഷിതാക്കളെ, ഭർത്താക്കന്മാരെ, സഹോദരന്മാരെ, നിങ്ങളെ പെങ്ങന്മാരോ ഭാര്യമാരോ ഉമ്മമാരോ പെൺമക്കളോ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടവരുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തൽ ചെയ്യണം. അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് പരിഷ്കാരത്തിന്റെ ഫാൻസിയുടെ പിറകിലായിട്ട് ഈ സമൂഹത്തിനെ നശിപ്പിക്കാൻ, ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീനിനെ മലീമസപ്പെടുത്താൻ ഒരുമ്പെട്ട് പുറത്തിറങ്ങി പിശാചിന്റെ പ്രേരണയിൽ അകപ്പെട്ട പെണ്ണുങ്ങളെ ദീനനുസരിച്ച് ജീവിപ്പിക്കാൻ നിങ്ങൾ നിലക്ക് നിർത്തണം. നിങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്. അർരിജാലു ഖവാമൂന അലന്നിസാ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. പരിശുദ്ധ ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വയം നഫ്സ് മാത്രമല്ല, അഹ്ലുകാരെ കൂടെ നരകത്തിനെ തൊട്ട് സൂക്ഷിക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ആഹ്വാനം ലോകത്തിന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിന്റെ പടി കയറിയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്ത് മുഖത്ത് മേക്കപ്പ് നടത്തി മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ച് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്ക ധരിച്ച് മുടി ഷാമ്പു തേച്ച് പാറിപ്പിച്ച് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മാപ്പിളപ്പാട്ടും സിനിമപ്പാട്ടും സീരിയലുമായി സിനിമ നടിമാരെ പിന്തുടർന്ന് തോന്നിവാസികളായി നടക്കുന്ന ഈ ജീവിത രീതി ഈ ദീനിന് അപമാനമാണ്. അള്ളാഹു നിങ്ങളെ ലാനത്ത് ചെയ്യും, ഉപ്പാപ്പ റസൂലുള്ളാഹി ലാനത്ത് ചെയ്യും, മലായികത്തിൽ നിങ്ങളെ ലാനത്ത് ചെയ്യും. അത്തരം തമ്മാടിത്ത ജീവിതം സ്വീകരിച്ചവര് ഇത്തരം ആളുകൾ ഇത്തരം ലാനത്തുകൾ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ സന്തോഷം കിട്ടുമോ, സമാധാനം കിട്ടുമോ? അതുകൊണ്ട് ഹറാമിന്റെ ജീവിതം നിർത്തൽ ചെയ്യണേ പെണ്ണുങ്ങളെ. ഓ പുരുഷന്മാരെ, നിങ്ങൾ ടൈറ്റ് ബിറ്റ് പാൻറ്റും കോട്ടും ധരിച്ചിട്ട് അള്ളാഹുവിനെ ചിന്തയില്ലാതെ മുടി തട്ടായി കട്ട് ചെയ്തിട്ട് കള്ളും കഞ്ചാവും ആൻസും പാൻപരാഗും ചവച്ചിട്ട് ഹറാമിലായി ലഹരിയുമായി ബന്ധപ്പെട്ട് അന്യ പെണ്ണിനെ സ്നേഹിച്ച് അന്യ പുരുഷനെ സ്നേഹിച്ചിട്ട് നിങ്ങൾ തമ്മാടികളായി വ്യഭിചാരികളായി ജീവിച്ചാൽ അള്ളാഹു നിങ്ങളെ വെറുതെ വിടൂല. ആ ബോധം ഓരോ മുസ്ലിം പുരുഷനും ഓരോ മുസ്ലിം സ്ത്രീക്കും ഉണ്ടാകണം. റബ്ബേ, ഹറാമിന്റെ ബന്ധത്തിൽ അകപ്പെട്ടിട്ട് ആ ബന്ധം ഒഴിവാക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ രക്ഷിതാക്കൾ മകന്റെ കാര്യത്തിൽ ദ്വാരക്കാൻ ഹറാമിന്റെ ബന്ധം ഒഴിവാകാൻ ഈ മജ്‌ലിസിൽ എത്തിപ്പെട്ടവരുണ്ട്. അല്ലാഹ് ഹറാമിന്റെ സർവ്വ ബന്ധങ്ങൾ ഞങ്ങളുടെയും എല്ലാവരുടെ ഖൽബിൽ നിന്നും നീ നീക്കിയിട്ട് തഖ്വയേറ്റിയിട്ട് ആശിഖീങ്ങൾ അറിയിച്ച ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹുബ്ബിനാൽ സകല വിശ്വാസികളുടെ ഖൽബും നിറക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഈമാൻ ഏറ്റി തരണം റഹ്മാൻ, തഖ്വയേറ്റി തരണം റഹ്മാൻ. ഹറാമിന്റെ ചിന്തയും ബന്ധവും ജീവിതവും ഞങ്ങളിൽ നിന്ന് നീ എടുത്തു കളഞ്ഞ് ഞങ്ങളെ മുത്തഖീങ്ങളായി കബൂലാക്കി തരണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ കണ്ടാൽ പിന്നെ ഹറാമിന്റെ ചിന്തയില്ല, ഹറാമ് നോക്കൂല, ഹറാമുമായിട്ട് ഇടപെടൂല. ആ നിലക്ക് ഞങ്ങൾക്ക് നിന്റെ ഹബീബിനെ അസ്ഹാബ് പ്രശംസിച്ച് പറഞ്ഞ് കാന്ന ശംസ തദൂറു ഫീ വജ്ഹി, മുഖം കാണുമ്പോ സൂര്യൻ കറങ്ങുന്നത് പോലെ ആ പുണ്യ സൗന്ദര്യ മുഖം കാണുമ്പോ ഞങ്ങൾക്ക് തോന്നാറുണ്ട്, അനുഭവപ്പെടാറുണ്ടെന്ന് സ്വഹാബത്ത് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം ഞങ്ങൾക്ക് കാണണം. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോ തങ്ങളെ ഞങ്ങളെ കൽബിൽ തസവ്വുറാകുന്ന നിലക്ക് ഞങ്ങൾക്ക് തങ്ങളെ കാണണം. ആ നിലക്ക് തങ്ങളെ യഖ്ളത്തിലും മനാമിലും കാണാൻ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം ഏറ്റിത്തരണം റഹ്മാൻ. അർഹമുർ റഹീമായ
അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഗൾഫ് നാട്ടിലെ ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് നീ സമാധാനം നൽകണമല്ല, നീ ബർക്കത്ത് ചെയ്യണമല്ല, നിന്റെ കാവൽ നൽകണമല്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇമാറാത്തിലുണ്ടാവുമ്പോൾ 3 ചെറുപ്പക്കാർ, കേരളീയരായ ചെറുപ്പക്കാർ കുട്ടികൾ ഷാർജയിൽ വെച്ച് അപകടം പറ്റിയിട്ട് അപകട മരണം സംഭവിച്ച് ഞങ്ങളെ ഒരു പ്രവാസി സുഹൃത്തുക്കളെയും ഒരപകടത്തിലും വിഷമത്തിലും പെടുത്തല്ല റഹ്മാനെ. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. എന്ത് ഖൈറായ നീയത്തോടെ എത്തിപ്പെട്ടവർ ഈ മജ്ലിസിൽ നീ അത് പൂർത്തിയാക്കണം അല്ല. രോഗങ്ങൾ സുഖപ്പെടുത്തണമല്ല, കടങ്ങൾ വീട്ടിക്കൊടുക്കണമല്ല, കാര്യങ്ങൾ എളുപ്പമാക്കണമല്ല, വിഷമങ്ങൾ സലാമത്താക്കണം റഹ്മാൻ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകിയിട്ട് ഞങ്ങൾ ദുനിയാവിൽ നിന്ന് നീ എപ്പോൾ ഞങ്ങളെ പിടിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് ദുനിയാവിൻ്റെ താല്പര്യത്തിലല്ല. ഏത് സമയം നീ ഞങ്ങളെ പിടിക്കുകയാണെങ്കിലും ഞങ്ങളെ കൊണ്ട്, ഞങ്ങളെ ഉംറ കൊണ്ട്, ഞങ്ങളെ ആയുസ് കൊണ്ട് ഈ ദീനിന് സുന്നത്ത് ജമാഅത്തിന് ഖൈറുള്ള കാലം ഞങ്ങൾക്ക് നീ ആയുസ് ഇസ്സത്തോടെ ഹിമ്മത്തോടെ നിലനിർത്തിയിട്ട് ഞങ്ങളെ നീ പിടിക്കുന്ന സമയം ഞങ്ങളൊരു പണക്കാരെയും പണത്തിന്റെ പേരിൽ ബഹുമാനിച്ചിട്ടില്ല, ഒരു പണത്തിന്റെ പിന്നിലും ഞങ്ങൾ പോയിട്ടില്ല, ഇനി പോകൂല. ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനാണ് വലുത്, ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീനാണ്, സുന്നത്ത് ജമാഅത്താണ് വലുത്. ആ സുന്നത്ത് ജമാഅത്തിന്റെ സ്നേഹികളും സഹായികളും സഹകാരികളുമായ എത്രയോ പണക്കാര് നിന്റെ ദീനിന്റെ സംരക്ഷണത്തിലായി മുൻപന്തിയിലുണ്ട്. അവരെ ഞങ്ങൾ നഫ്സ് പോലെ ഞങ്ങൾ കണ്ട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അത് നിന്റെ ദീനിലുള്ള തൃപ്തിയാണ്. അൽ ഹബ്ബു ഫില്ലാ വൽ ബുഅദു ഫില്ലാ. നീ പൊരുത്തപ്പെട്ട നിലക്കുള്ള സ്നേഹം ഞങ്ങൾ സ്നേഹിക്കുകയാണ്, നീ പൊരുത്തപ്പെട്ട നിലക്കുള്ള വെറുപ്പാണ് ഞങ്ങൾ മുജാഹിദുകാരോട് കാണിക്കുന്നത്, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോട് കാണിക്കുന്നത്, ഞങ്ങൾ തബ്ലീഗ് ജമാഅത്തിനോട് കാണിക്കുന്നത്, ഞങ്ങൾ സലഫിയോട് കാണിക്കുന്നത്, ഖാദിയാനി ഉൾപ്പെടെയുള്ള സകല പുതിയ ആശയക്കാരും. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ അവരുമായിട്ട് ഇടപെടാനോ സ്നേഹബന്ധം നിലനിർത്താനോ നിങ്ങൾ പോയാൽ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീനിനെ തകർക്കാൻ വേണ്ടി നിങ്ങൾ സഹകരിച്ചു കൊടുക്കലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹദീസ് ഓതിയിട്ട്. അതുകൊണ്ട് സുന്നി ആശയമാണ് ഹക്ക്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ഏത് പുതിയ പ്രസ്ഥാനം കുറച്ച് ഞങ്ങൾ ഖുർആന്റെ ആളുകൾ, ഹദീസിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ വന്നാൽ റസൂലുള്ള നിന്നോട് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച് ഫയ്യാക്കും, നിങ്ങൾ സൂക്ഷിച്ചോ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിച്ചോ, ലാ യുദില്ലൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട എന്ന് പറഞ്ഞ് നമ്മിലേക്ക് തനിമയോടെ കൈമാറിയ പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി ആശയത്തിൽ അടിയുറച്ച് മൗത്ത് വരെ നിലകൊള്ളാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാന്. ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീനായി ഹക്കായിട്ട് തുറന്നു പറയാനുള്ള എല്ലാ തൗഫീഖും ഞങ്ങൾ കേറ്റിത്തരണം റഹ്മാന്. കാസർഗോഡ്, കർണാടക പരിസരത്തിൽ ഉൾപ്പെടെ ഇന്ന് മഞ്ഞ കല്യാണം എന്ന പേരിൽ, മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ അവസാനിപ്പിക്കാൻ മഹല്ല് ജമാഅത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ജാഗ്രതരാകണം. നിങ്ങൾ അതിന് മുൻപന്തിയിൽ വരണം. നിങ്ങൾ പ്രമാണിമാരായിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരെന്ന് പറഞ്ഞ് എടാ നീ ദീനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ അല്ലാഹു വെറുതെ വിടൂല, നിനക്ക് ഈമാൻ ഇല്ലാതെ മരിക്കേണ്ടി വരും. ഈ ദീന് കൊണ്ട് നീ കളിക്കണ്ട. അതുകൊണ്ട് അത്തരം പരിഷ്കരിച്ച കല്യാണങ്ങൾ ഉൾപ്പെടെ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ നിർത്തൽ ചെയ്യാൻ മുസ്ലിം ആലിമീങ്ങളും ഉമറാവും സന്നദ്ധരാവുകയും രംഗത്ത് വരികയും ചെയ്യണം. റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാന്. ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീന. ഈ ദീനിനെ തമ്മാടിത്തം കൊണ്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാതിരിക്കാൻ വയ്യ, ഈമാനുള്ളവർക്ക് സഹിക്കാൻ പറ്റൂല. നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ ജീവൻ മുഴുവനും സമർപ്പിച്ച്, സ്വാലിഹീങ്ങളൊക്കെ രക്തം സമർപ്പിച്ച പരിശുദ്ധ ദീനിനെയാണ് തമ്മാടിത്തം കൊണ്ട്, പണത്തിന്റെ ഹുങ്കിൽ, അധികാര ബലത്തിൽ, രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇവിടെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. റബ്ബേ നീ ഖൈർ നൽകണം റഹ്മാന്. ദീനിന്റെ ഖൈറായ നിലക്ക് ജീവിക്കാൻ എല്ലാവർക്കും സന്മനസ് നൽകണം റഹ്മാന്. ഞങ്ങളുടെ നാട്ടിൽ വർഗീയ തീവ്രവാദ ഗുണ്ടാസെറ്റ് കൊട്ടേഷൻ സംഘം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെയും രാജ്യത്തെയും എല്ലാവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. നാട്ടിലും രാജ്യത്തിലും ലോകത്തൊക്കെ നീ ഐക്യം നിലനിർത്തി തരണം റഹ്മാന്. ലോകമെമ്പാടും അറബ് നാടുകൾ വിശിഷ്യ സാമ്പത്തിക മാന്ദ്യം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ സാമ്പത്തിക മാന്ദ്യം അവിടെ രൂപപ്പെട്ടാൽ സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വരെ അത് ബാധിക്കും. അതുകൊണ്ട് ലോകത്തിന് മുഴുവനും നീ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണം റഹ്മാൻ. ദാരിദ്ര്യം എടുത്തു മാറ്റണം റഹ്മാന്.
പലിശയുമായി ബന്ധപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. യംഹഖുല്ലാഹു റിബ, ആര് പലിശറ്റ് ബന്ധപ്പെട്ട് അവർക്ക് നാശമല്ലാതെ ഇല്ല, അവർക്ക് പരാജയമല്ലാതെ ഇല്ല. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് പലിശന്റെ ബന്ധം വേണ്ട. പലിശയുടെ ബന്ധം നിർത്തൽ ചെയ്യാൻ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ ഈ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യണം. റബ്ബേ, ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണം റഹ്മാൻ. നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റഹ്മാൻ. നീ ഞങ്ങളെ സംരക്ഷിക്കണം റഹ്മാൻ. നിന്റെ മഹാന്മാരെ കാവൽ നിലനിർത്തി തരണം റഹ്മാൻ. ദീനായിട്ട് ആരെ മുമ്പിലും ഹക്കോടെ തുറന്നു പറഞ്ഞ് ഒരുപാട് കാലം നിന്റെ ഹബീബിന്റെ മദ്ഹിൽ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ, ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ നീ ഏറ്റി നിലനിർത്തി തരണം റഹ്മാനെ. അർഹമുർ റഹീമായ വേദന കൊണ്ട് പറയാണ്, മുസ്ലിം പെണ്ണുങ്ങൾ പർദ്ദ ധരിച്ച് ഹിജാബ് കെട്ടി പർദ്ദ ധരിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് സ്വാമിമാര് സ്വളകം ചൊല്ലി അവരുടെ ആരാധന നടത്തിയിട്ട് അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ, ചികിത്സ എന്ന പേരിലും മറ്റ് കാര്യങ്ങൾ പൂർത്തിയാകാനും ബിസിനസ്സിൽ വർധനവ് കിട്ടാനും മറ്റൊരു കുടുംബത്തിനെ തകർക്കാനൊക്കെ ഉദ്ദേശത്തോടു കൂടി അമ്പലങ്ങളിലേക്ക് പോകുന്ന, അമ്പലങ്ങളിൽ ഹൈന്ദവ ആചാരങ്ങളും അവരുടെ ഹോമങ്ങളും ചികിത്സ രീതികളും നടത്തുന്ന സകല മുസ്ലിം പെണ്ണുങ്ങളും ആണുങ്ങളും ശ്രദ്ധിച്ചോ, നിന്റെ ഈമാൻ അല്ലാഹു നിന്നിൽ നിന്ന് മാറ്റിവെക്കുന്ന പ്രവർത്തനമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ്. അമല് മുഴുവനും പൊളിഞ്ഞു പോകുന്ന വിഷയമാണ്. അതുകൊണ്ട് താൽക്കാലിക ലാഭം നീ ഉദ്ദേശിച്ച് അങ്ങനെ ഒരു ലാഭമില്ല. എല്ലാത്തിനും പരിഹാരം റഹ്മത്തുൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ ഖുർആനിൽ അല്ലാഹുവും മലായികത്തും നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് ഇമാം റാസി അടക്കം, ഖുർത്തുബി അടക്കം, ഇമാം തബരി അടക്കം ധാരാളം വിശദീകരിച്ച് എഴുതിയ അഹ്സാബ് സൂറത്തിൽ ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി, തങ്ങളുടെ സ്വലാത്ത്. അത് മതി. തങ്ങളെ മറികടക്കുന്ന ഒരു ശൈത്വാനുമില്ല, അല്ലാഹു പടച്ചിട്ടില്ല. തങ്ങളെ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത ഒരു വിഷയമില്ല. ദുനിയാവിലും ആഖിറത്തിലും അത് പരിഹാരാണ്. അതുകൊണ്ട് ഒരു കള്ള ത്വരീഖത്തും വേണ്ട, ഒരു കള്ള ശൈഖന്മാരെ പിന്നിലും പോണ്ട. പരിശുദ്ധരായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ, സാദാത്തുക്കളെ പിന്നിൽ അണിനിരന്ന് മൗത്ത് വരെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാന്. ഹറാമായ നിലക്ക് ദീനിൽ നിന്ന് പുറത്തു വരുന്ന ഹൈന്ദവാചാരം സ്വീകരിക്കുന്ന അമ്പലങ്ങളിലെ ചികിത്സാ രീതിയും സ്വളകങ്ങളും സ്വാമിമാരെ സമീപനവും മുസ്ലിം പെണ്ണുങ്ങളടക്കം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തൽ ചെയ്യണമെന്ന് ഞാൻ ഈ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹിനെ സാക്ഷ്യപ്പെടുത്തി പറയാണ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഞങ്ങളെ ഈമാന് കോട്ടം വരുന്ന, ദീനിൽ ഞങ്ങളിൽ നിന്ന് തെറിച്ചു പോകുന്ന അത്തരം ഗൗരവമേറിയ തെറ്റായ വിഷയത്തിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. അവസാനം ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച ടൈം എത്തുമ്പോ എത്രയോ വലിയ വലിയ മഹാന്മാർ, സൽമാനുൽ ഫാരിസ് തങ്ങളടക്കം വലിയ വലിയ മഹാന്മാർ റൂഹ് പിടിക്കാൻ വേണ്ടി വന്ന റഹ്മത്തിന്റെ മലായികത്തിന് എത്ര പേരിട്ട് സ്വീകരണം കൊടുത്ത് ഇമാമുൽ ഹറമൈനി തങ്ങളടക്കം വുളു എടുത്തിട്ട് കഫൻ തുണി വിരിച്ചിട്ട് അതാ മരണത്തിന് തയ്യാറായി കിടന്ന എത്ര മഹാന്മാർ, ഔലിയാക്കൾ. അല്ലാഹ്, ഞങ്ങളെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഈ സ്വലാത്തിന്റെ ശറഫ് കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹബീബിനെ മൗത്തിന്റെ സമയം കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഫായിസീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനന അല്ലദീ ഹുവ ഇസ്മതു അംരിനാ വഅസ്ലിഹ് ലനാ ദുനിയാന അല്ലതീ ഫീഹാ മആശുനാ വഅസ്ലിഹ് ലനാ ആഖിറതന അല്ലതീ ഫീഹാ മആദുനാ വജ്അലിൽ ഹയാത സിയാദതൻ ലനാ ഫീ കുല്ലി ഖൈർ വജ്അലിൽ മൗത റാഹതൻ ലനാ മിൻ കുല്ലി ശർർ. അല്ലാഹുമ്മ ഖ്തിം അജാലനാ നാതിഖീന ബികലിമത്തി التوحيد في ليلة الجمعة أو في نهارها مع
الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد صلى الله عليه وسلم. ربنا آتنا اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدنا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, റോഡ് മുഴുവനും ബ്ലോക്കാണ്. ബായാറ് നാട് തന്നെ ബ്ലോക്കായ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഡ്രൈവർമാരൊക്കെ വാഹനങ്ങൾ പുറത്തുപോയി ഓരോന്നോരോന്ന് പോകുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണം. വളണ്ടിയർമാർ അനുസരിക്കണം, സ്വയം നിയന്ത്രിക്കണം. നിങ്ങൾ അങ്ങോട്ട് തള്ളിക്കയറിയാൽ വലിയ പ്രയാസം ഉണ്ടാകും. ഒരൊറ്റ പെണ്ണും ആണുങ്ങളെ ഭാഗത്തേക്ക് വരരുത്.